നമസ്കാരം. അവിടെ ആ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിൽ ആ അതിശക്തമായ പ്രകാശം ആ എൻറ്റയർ മേഖലയും ഏതാണ്ട് നാമവിശേഷമാക്കിക്കൊണ്ട് ഒരു ഭാഗത്തോട്ട് അങ്ങ് മുന്നേറുകയാണ്. ഊട്ടിയാൻ്റെ ആ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ആ മേഖലയിൽ ബാലൻസ് ഉള്ള ആളുകളുടെ നേർക്ക് ഡീമനുകളുടെ അറ്റാക്കും ആരംഭിച്ചു. ആ സമയത്ത് പൂർണ്ണമായി പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ പ്രദേശത്ത് സാക്ഷാൽ മാർക്ക് ഫെല്ലർ അമ്പരപ്പിക്കുന്ന വ്യതിയാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി അനവധി സൂര്യന്മാരുടെ അത്രയും ശക്തമായ പ്രകാശത്തിനുള്ളിൽ മാർക്ക് ആയ നിമിഷത്തിൽ സകലർക്കും മാർക്കുമായുള്ള കോണ്ടാക്ട് നഷ്ടപ്പെട്ടിരുന്നു. മാർക്ക് അവസാനിച്ചു എന്ന് തന്നെയാണ് അവിടെയുള്ള മാർക്കിൻ്റെ സഹായികളും മാർക്കിൻ്റെ എതിരാളികളും ഒക്കെ മനസ്സിലാക്കിയത്. എന്നാൽ ആ പ്രകാശത്തിനകത്ത് മാർക്ക് ഹൂട്ടിയാൻ്റെ ആ ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മാർക്കിന്റെ ബോഡിയിൽ ഇപ്പോൾ 3 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം ഉണ്ട്. ആ 3 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡവും മാർക്കിന്റെ ബോഡിയിൽ അതിശക്തമായി ഊർജം ആഗിരണം ചെയ്ത് തുടങ്ങുന്നതോടുകൂടി മാർക്കിന്റെ ബോഡിയിലേക്ക് ആ എൻറ്റയർ പ്രദേശത്തു നിന്നുമുള്ള ഊർജം അങ്ങനെ ഇടിച്ചു കയറുകയാണ്. ശരിക്കും ആ പ്രകാശ വിസ്ഫോടനം നടക്കുന്ന പ്ലേസിനകത്ത് മാർക്കിന്റെ ബോഡിയിലേക്ക് ആ പ്രകാശം അങ്ങനെ ഇടിച്ചു കയറി തുടങ്ങിയപ്പോൾ മാർക്കിന്റെ ഓരോ കോശങ്ങളിലേക്കും പ്രകാശം അങ്ങ് നിറയുകയാണ്. ആ പ്രകാശം അനിശ്ചിതമായ എനർജിയാണ്. ആ എനർജി ഓരോ കോശത്തിലേക്കും അങ്ങ് നിറയുമ്പോൾ ആ ഓരോ കോശവും ശരിക്കും വികസിക്കുകയാണെന്ന് പറയാം. മാർക്കിന്റെ ബോഡിയിൽ എല്ലാ സ്ഥലത്തും ഊർജം ഇങ്ങനെ നിറയുകയാണ്. ശരിക്കും ഒരു ബലൂണിനകത്തേക്ക് കാറ്റ് കയറുന്ന പോലെ മാർക്കിന്റെ ബോഡി മുഴുവനായി ഊർജം കൊണ്ട് നിറഞ്ഞതും മാർക്കിന്റെ ബോഡി പെട്ടെന്ന് അങ്ങ് പൊട്ടി. അനവധി ചെറു തരികളായി മാർക്കിന്റെ ആ ബോഡി അങ്ങ് പൊട്ടിത്തെറിച്ചു. ആ ബോഡി പൊട്ടിത്തെറിക്കുന്ന സമയത്തും മാർക്ക് ആ പ്രകാശത്തിനുള്ളിലാണ്. ഏതാണ്ട് സെയിന്റ് കിങ്ഡം പൂർണ്ണമായി വിഴുങ്ങത്തക്ക രീതിയിൽ അവാച്യമായ ഒരു ഊർജ സോഴ്സ് മാർക്കിന് ചുറ്റുമുണ്ട്. ആളുകൾ ഈ സംഭവ വികാസങ്ങളൊന്നും വീക്ഷിക്കാൻ നിൽക്കാതെ ഇങ്ങോട്ടെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് ഊട്ടിയാൻ്റെ ആ അമാനുഷികമായ അറ്റാക്ക് ഉണ്ടായത്. ആകെ കോലാഹലം നടക്കുന്നതിനിടയിൽ മാർക്കിന്റെ ബോഡി ചെറു തരികളായി ചിതറി. കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ശൈലിയിൽ ആ ബോഡി അങ്ങനെ ചിതറുമ്പോൾ മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ആ സെയിന്റ് കിങ്ഡത്തിന്റെ ഭാഗമായ ഹാർട്ടുകളും പുറത്തേക്ക് ചാടുകയാണ്. മാർക്കിനോട് ആര്യൻ പറഞ്ഞത് ആര്യൻ കൊടുത്ത ഹാർട്ട് ശരിക്കും മറ്റൊരു കിങ്ഡത്തിലെ ഹാർട്ടാണെന്നാണ്. പക്ഷെ ആ ഹാർട്ട് പുറത്തേക്ക് ചാടുമ്പോൾ ശരിക്കും ആ ഹാർട്ട് ആ സെയിന്റ് കിങ്ഡത്തിലെ ഊർജത്തിന്റെ ഭാഗമായി മാറുകയാണ്. പെട്ടെന്ന് ആ ഹാർട്ടുകൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അതിവേഗം ആ പ്രകാശ സോഴ്സിൽ നിന്ന് ദൂരേക്ക് അങ്ങ് നീങ്ങി മാറി. ഈ സമയത്ത് മാർക്കിനെ ആരോ വലിക്കും പോലെ മാർക്കിന് ഫീൽ ചെയ്തു. മാർക്കിനെ എങ്ങോട്ടോ ആരോ വലിക്കുകയാണ്. അതിവേഗതയിൽ എന്തോ മാർക്കിനെ വലിച്ചുകൊണ്ട് അങ്ങ് ശൂന്യതയിലേക്ക് പോവുകയാണ്. മാർക്കിന് ഇപ്പോൾ ചില കാഴ്ചയിൽ കാണാം. ശക്തമായ പ്രകാശത്തിനകത്തൂടി വൻ വേഗതയിൽ താൻ കടന്നു പോകുന്നതായി മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കിന് തന്റെ ബോഡി ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള ഫീലില്ല. മാർക്കിന് ആകെ ഫീൽ ചെയ്യുന്നത് അതിശക്തമായ ഒരു പ്രകാശ ബീമിനകത്തുകൂടി മാർക്ക് ഇങ്ങനെ പാഞ്ഞു പോകുന്നതാണ്. റോക്കറ്റുകൾ പാഞ്ഞു പോകും പോലെ മാർക്ക് അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ആ സെയിന്റ് കിങ്ഡത്തിനെ കവർ ചെയ്തിരിക്കുന്ന ബൗണ്ടറിയിൽ ഒരു ദ്വാരമുണ്ടാക്കിക്കൊണ്ട് മാർക്ക് അതിവേഗം ആ സെയിന്റ് കിങ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. മാർക്കിന്റെ തൊട്ടുപുറകെ പാഞ്ഞു വരികയായിരുന്ന ആ ഹാർട്ടുകൾ ആ ദൂരത്തിന് അടുത്തെത്തിയതും പെട്ടെന്ന് ആ ദൂരം അടഞ്ഞു. തൊട്ടുപുറകെ എത്തിയ മറ്റ് ഊർജ സോഴ്സുകൾക്കും ആ ദൂരം കണ്ടെത്താൻ കഴിയാത്ത ശൈലിയിൽ ആ ദൂരം പെട്ടെന്ന് അടയുകയാണ്. പക്ഷെ ആ സെയിന്റ് കിങ്ഡത്തിന് പുറത്തേക്ക് കടന്നിരിക്കുന്ന മാർക്ക് ഫെല്ലറെ വഹിച്ചുകൊണ്ട് ആ പ്രകാശം അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് എപ്പോഴോ മാർക്കിന്റെ കണ്ണുകളെ അടഞ്ഞു. മാർക്ക് ആ കണ്ണടഞ്ഞിരിക്കുന്ന സമയത്തും ചില കാര്യങ്ങൾ അറിയുന്നുണ്ട്. താൻ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന കാര്യം. ആ ചലനം നിർത്തണമെന്ന് മാർക്കിന് മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് പറ്റത്തില്ല. മാർക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് അറിയാതെ കണ്ണു തുറക്കുമ്പോൾ മാർക്ക് കാണുന്നത് ആ 18 സെയിന്റ് കിങ്ഡങ്ങളുടെ മുകളിലൂടെ മാർക്ക് ഇങ്ങനെ പാഞ്ഞു പോകുന്നതാണ്. ശരിക്കും അതൊരു വല്ലാത്ത കാഴ്ചയാണ്. മാർക്കിന് നേരത്തെ വൻതോതിൽ ശക്തി ലഭിച്ച സമയത്ത് ആ മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിന്റെ മുകളിലേക്ക് എത്താൻ പറ്റിയിരുന്നു. അല്ലെങ്കിൽ ആ കിങ്ഡത്തെ പൂർണ്ണമായും നോക്കിക്കാണാൻ പറ്റിയിരുന്നു. ഇപ്പൊ ഇതാ 18 രാജ്യങ്ങളെയും മാർക്ക് നേരിൽ കാണുകയാണ്. ആ രാജ്യങ്ങളുടെ മുകളിലൂടെ മാർക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ മാർക്ക് അവിശ്വസനീയമായ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്.
ശരിക്കും ആ സെയിന്റ് കിങ്ഡങ്ങൾ വലിയൊരു സെയിന്റ് യൂണിവേഴ്സിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആ സെയിന്റ് യൂണിവേഴ്സ് അങ്ങനെ പടർന്നു കിടക്കുകയാണ്. അതിൻ്റെ ഒരു മൂലയിൽ ചെറു രാജ്യങ്ങളാണ് ശരിക്കും ആ 18 സെയിന്റ് കിങ്ഡങ്ങൾ. മാർക്ക് അമ്പരപ്പോടെ താഴേക്ക് നോക്കുമ്പോൾ ആ സെയിന്റ് കിങ്ഡങ്ങളെ കടന്ന് മാർക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. മാർക്കിന് തന്റെ യാത്രയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മാർക്കിനെ ആരോ പൊള്ളിയാണ്. ആ ഫോഴ്സ് മാർക്കിനെ ആ സെയിന്റ് യൂണിവേഴ്സിന്റെ മുകളിലൂടെ വലിച്ചുകൊണ്ട് അങ്ങനെ കടന്നു പോയപ്പോൾ മാർക്ക് എത്തിച്ചേർന്നത് നക്ഷത്രങ്ങളുടെ ഒരു ലോകത്തേക്കാണ്. എവിടെ നോക്കിയാലും നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾക്കിടയിലെ ശൂന്യതയിലൂടെ മാർക്ക് എങ്ങനെ പാഞ്ഞു പോവുകയാണ്. സ്റ്റാറി സ്കൈ എന്ന് വിളിക്കാൻ കഴിയുന്ന നക്ഷത്ര ലോകത്തിലൂടെ മാർക്ക് എത്ര നേരം യാത്ര ചെയ്തു എന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയില്ല. ചിലപ്പോഴൊക്കെ മാർക്ക് ബോധത്തിലേക്ക് മടങ്ങി വരും, ചിലപ്പോഴൊക്കെ മാർക്കിന്റെ കണ്ണുകളങ്ങ് അടയും. മാർക്കിന് പക്ഷേ ആ അവസ്ഥയിൽ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പോകുന്നതിനിടയിൽ മാർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾക്കും വിധേയനാവുകയാണ്. ആ അനുഭവങ്ങളിലൂടെ മാർക്ക് എങ്ങനെ കടന്നു പോകുമ്പോൾ അതിശക്തമായ ആക്രമണങ്ങൾ നടക്കുന്ന, യുദ്ധം നടക്കുന്ന മേഖലകളൊക്കെ മാർക്കിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. മാർക്ക് ഇതുവരെ കാണുകയോ കേൾക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ജീവജാലങ്ങളുടെ ഒരു യൂണിവേഴ്സിലൂടെ മാർക്ക് കടന്നുപോയത് അങ്ങനെയാണ്. ആ യുദ്ധക്കളത്തിനകത്ത് മാർക്ക് വന്നുപെട്ടപ്പോൾ ആ യുദ്ധക്കളത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടാനായി മാർക്ക് ശരിക്കും പ്രയാസപ്പെട്ട ഒരു നിമിഷം പോലും ഉണ്ടായി. കാരണം ആ യുദ്ധക്കളം ശരിക്കും ആകാശം തന്നെയാണ്. ആകാശത്തോടെ പാഞ്ഞു പോകുന്ന മാർക്കിന്റെ ഇരുപുറത്തും യുദ്ധം നടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് പിടിയില്ല. മാർക്കിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന അതിശക്തനായ ഒരു മനുഷ്യരൂപത്തിന്റെ സാന്നിധ്യം ഈ സമയത്ത് മാർക്കിന് അനുഭവപ്പെടുകയും ചെയ്തു. അയാൾ എന്തിനാ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ആ ഒരു തോന്നൽ മാർക്കിന് ആ നിമിഷം ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ ആ കാഴ്ചയ്ക്ക് സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് മാർക്ക് ആ മേഖല ഇങ്ങനെ കടന്നു പോവുകയാണ്. കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മാർക്ക് കടന്നുപോയി മാർക്ക് ശരിക്കും ഇരുട്ട് മാത്രമുള്ള ഒരു പ്രതലത്തിലേക്ക് എത്തി. പ്രകാശം ഒട്ടുമേ ഇല്ലാത്ത ആ ഇരുട്ടിലൂടെ എത്ര നേരം യാത്ര ചെയ്തു എന്ന് മാർക്കിന് അറിയില്ല. ശബ്ദം പോലും ഇല്ലാത്ത ഒരു സ്ഥലം, ശുദ്ധ ശൂന്യത. പക്ഷെ മാർക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാർക്കിന്റെ മനസ്സിൽ മാർക്കിനൊരു ആഗ്രഹമുണ്ട് ആ യാത്ര ഒന്ന് നിർത്താൻ. പക്ഷെ പറ്റുന്നില്ല. മാർക്ക് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്ര ദൂരം മാർക്ക് യാത്ര ചെയ്തു എന്നുള്ള ചോദ്യം അപ്രസക്തമായതുകൊണ്ട് തന്നെ ഇരുട്ടായപ്പോൾ മാർക്ക് സ്വയം കണ്ണം കടച്ചു. ഒന്നും കാണാനില്ല. മാർക്ക് കണ്ണു തുറക്കുമ്പോൾ മാർക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ശരിക്കും സുവർണ പ്രകാശമുള്ള ഒരു മേഖലയിലേക്കാണ്. ആ മേഖലയിലേക്ക് എത്തിയ മാർക്ക് അമ്പരപ്പോടെ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. താനിപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ചുറ്റും സുവർണ പ്രകാശം മാത്രമാണ് അവിടെ ഉള്ളത്. ആ സുവർണ പ്രകാശമുള്ള ആ സ്ഥലത്ത് മാർക്ക് അമ്പരപ്പോടെ അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ മാർക്കിനെ അദൃശ്യമായ ചില ശക്തികൾ പെട്ടെന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന പോലെ മാർക്കിന് തോന്നി. ആ സുവർണ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്തു നിന്ന് മാർക്കിനെ പിടിച്ചു വലിക്കുന്നത് മറ്റൊരു മേഖലയിലേക്കാണ്. ആ മേഖല മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടു. ശരിക്കും തീ കത്തുന്ന ഒരു ഇരുട്ട് കലർന്ന മേഖലയിലേക്കാണ് മാർക്കിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ആരാണ് മാർക്കിനെ വലിക്കുന്നത് ചോദിച്ചാൽ മാർക്കിന് അറിയില്ല. പക്ഷെ ആരോ മാർക്കിനെ അവിടേക്ക് പിടിച്ചു വലിക്കുന്ന പോലെ മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മാർക്ക് ഒരു കാഴ്ച കണ്ടത്. അവിടെ ആ സുവർണ പ്രകാശമുള്ള ആ മേഖലയിൽ ഒരു സിംഹാസനം മാർക്ക് കണ്ടു. ആ സിംഹാസനത്തിൽ അക്ഷോഭ്യനായി ഒരാൾ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ കണ്ടപ്പോൾ മാർക്കിന് എവിടെയോ ആ വ്യക്തിയെ കണ്ടതുപോലെ ഒരു തോന്നൽ. മാർക്കിന് ഇപ്പോ ഒന്നുമേ ഓർമ്മയില്ല എന്നതാണ് സത്യം. മാർക്കിന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ആരാണെന്നോ മാർക്കിന്റെ പേരെന്താണെന്നോ മാർക്കിന്റെ ബന്ധങ്ങൾ എന്താണെന്നോ എവിടെ നിന്ന് മാർക്ക് വരുന്നെന്നോ ഒന്നും ഇപ്പോൾ മാർക്കിന് അറിയില്ല. പൂർണ്ണമായും മാർക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. മാർക്ക് തികച്ചും നിസ്സഹായമായ ആ അവസ്ഥയിൽ തന്നെ പിടിച്ചു വലിക്കുന്ന ആളുകളിലേക്കും അങ്ങ് അകലെ ആ സിംഹാസനത്തിൽ അക്ഷോഭ്യനായിരിക്കുന്ന ആ വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് മാർക്കൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം മാർക്കിന് പരിചയമുള്ള ശബ്ദമാണ്. ശരിക്കും ആ ശബ്ദം മാത്രമാണ് മാർക്കിന് ആ നിമിഷത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. അത് ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയുടെ ശബ്ദമാണ്. ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയെ മാർക്ക് വ്യക്തമായി കാണുകയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ ഭാഗമായി മാർക്കിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോ പെട്ടെന്ന് ശുദ്ധ ശൂന്യതയിൽ എന്തോ എഴുതുന്നതാണ് മാർക്ക് കണ്ടത്. എഴുതാനായി ഇമ്മോർട്ടൽ ചക്രവർത്തി ഉപയോഗിക്കുന്ന ആ ബ്രഷ് പെട്ടെന്ന് മാർക്കിനെ ഒരു ഓർമ്മ കൊണ്ടുവന്നു. അത് ആ ജഡ്ജസ് ബ്രഷാണ്. എവിടെയോ താൻ ആ ബ്രഷ് കണ്ടിട്ടുണ്ട്. മാർക്കിന്റെ സോളിനെ ഗോസ്റ്റ് വേൾഡിൽ എത്തിച്ച സമയത്ത്
അവിടെ ആ ഗോസ്റ്റ് വേൾഡ് സന്ദർശിക്കാനെത്തിയ ആ സ്കോളർ ക്ഷിതിഗർഭയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് മാർക്കിന് കൊടുത്ത ആ ബ്രഷാണ് മാർക്ക് ഇപ്പോൾ കാണുന്നത്. ആ ബ്രഷിന്റെ ശരിക്കും ഫിസിക്കൽ സംവിധാനങ്ങളൊക്കെ ആ ഊർജ്ജ വിസ്ഫോടനത്തിൽ നഷ്ടമായെങ്കിലും അതിന്റെ സോള് ഇപ്പോ ഇമോട്ടോ ചക്രവർത്തി യാവോയുടെ കൈപ്പിടിയിലാണ്. ആ സോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇമോട്ടോ ചക്രവർത്തി അവിടെ എഴുതിയത്. ഇമോട്ടോ ചക്രവർത്തി മാർക്കിന്റെ നെറ്റിയിലാണ് എഴുതുന്നത്, ബി എ ലൈവ്, ജീവിച്ചിരിക്കുന്നു എന്ന് ഇമോട്ടോ ചക്രവർത്തി എഴുതിയ ആ നിമിഷത്തിൽ അകലെ ആ സുവർണ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന അക്ഷോഭ്യനായ ആ മനുഷ്യൻ അയാളുടെ ഇടത് കൈയൊന്ന് ഉയർത്തി. ആ നിമിഷം അയാളുടെ ഇടത് കൈയിൽ ഒരു വില്ല് പ്രത്യക്ഷപ്പെടുകയാണ്. ആ വില്ല് പ്രത്യക്ഷപ്പെട്ടതും ഇമോട്ടോ ചക്രവർത്തിയുടെ ശബ്ദം മാർക്ക് കേട്ടു. യുവർ ലോർഡ്, ഞാനിതാ അങ്ങേക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമോട്ടോ ചക്രവർത്തി തല കുനിക്കുന്നതും മാർക്ക് കണ്ടു. ആ നിമിഷത്തിലാണ് ഒരു അമ്പ് ആ സുവർണ രൂപത്തിന്റെ വില്ലിൽ നിന്ന് മാർക്ക് ഫെൽഡർ നിൽക്കുന്ന ഭാഗത്തേക്ക് പായുന്നത്. മാർക്കിനെ ആരോ പിടിച്ചു വലിക്കുന്ന പോലെ നേരത്തെ മാർക്കിന് തോന്നിയിരുന്നു. ആ അമ്പ് മാർക്കിനെ പാസ് ചെയ്തതും ആ പിടിച്ചു വലിക്കപ്പെടുന്ന അനുഭവം പെട്ടെന്ന് മാർക്കിനങ്ങ് ഇല്ലാതായി. മാർക്കിനെ പിടിച്ചു വലിച്ചിരിക്കുന്നവരെ മുഴുവൻ ആ അമ്പ് അവസാനിപ്പിച്ചു എന്ന് വ്യക്തം. ശരിക്കും മാർക്കിന്റെ പുറകിൽ ഒരു സ്ഫോടനം പോലെ ഒരു തീജ്വാല ഉണ്ടാവുകയും ചെയ്തു. ആ നിമിഷത്തിൽ മാർക്ക് തിരിഞ്ഞ് ആ സിംഹാസനത്തിലേക്ക് നോക്കുമ്പോൾ മാർക്ക് പെട്ടെന്ന് ആ മുഖം ഐഡന്റിഫൈ ചെയ്തു. ആ മുഖം മാർക്കിന്റെ പിതാവിന്റെ മുഖമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്ക് തന്റെ മനസ്സിനെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ രൂപം കൈ ഉയർത്തി മാർക്കിനോട് പറയുന്നത് മാർക്ക് കേട്ടു. മാർക്ക്, എനിക്ക് നിന്നെ സഹായിക്കാൻ ഇത്രയേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ആ വ്യക്തി പറഞ്ഞ ആ നിമിഷത്തിൽ പെട്ടെന്നാണ് മാർക്കിന് ചുറ്റും അതിശക്തമായ ഒരു പ്രകാശം ഉണ്ടായത്. പെട്ടെന്ന് ആ പ്രകാശം മാർക്കിനെ പിടിച്ചിങ്ങ് വലിക്കുകയാണ്. ആ പ്രകാശം മാർക്കിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അതിവേഗതയിൽ ഒരു റിട്ടേൺ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മാർക്ക് വന്ന വഴിയിലൂടെ അതിവേഗം മടങ്ങിപ്പോകുന്നത് മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കിന് ഇപ്പോ ആ ഇരുട്ട് കലർന്ന ആ മേഖല അറിയാം. അതിവേഗതയിലൂടെ ആ ഇരുട്ടിലൂടെ മാർക്ക് എങ്ങനെ പോവുകയാണ്. മാർക്ക് ആ ഇരുട്ടിലൂടെ അങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നിടയിൽ തന്നെ മാർക്കിന്റെ ഓർമ്മകൾ ഒന്നൊന്നായി തിരിച്ചു വരികയാണ്. അതിവേഗതയിൽ കടന്നു പോകുന്ന മാർക്ക് ആ ഇരുട്ട് കടന്ന് ആ അറ്റാക്ക് നടക്കുന്ന ആകാശവും അത് കഴിഞ്ഞ് ആ നക്ഷത്ര ലോകവും അത് കഴിഞ്ഞ് ആ സെയിൻലി കിങ്ഡവും ഒക്കെ എങ്ങനെ കടന്നു പോകുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ എല്ലാ കഥാപാത്രങ്ങളും എല്ലാ കഥാസന്ദർഭങ്ങളും മാർക്കിന്റെ ജീവിതം എല്ലാം അതുപോലെ മടങ്ങി വരികയാണ്. ഒരു വൻ ശബ്ദത്തോടു കൂടി മാർക്ക് എവിടെയോ ലാൻഡ് ചെയ്തതായി മാർക്കിന് തോന്നി. മാർക്ക് ഒരു സ്ഥലത്ത് കാലുകുത്തി നിന്നതും ആ മാർക്ക് കാലുകുത്തിയ സ്ഥലത്തിന് കുറച്ചു മാറി 3 പേർ പെട്ടെന്ന് തല ഉയർത്തി മാർക്ക് വന്നിറങ്ങിയ ഭാഗത്തേക്ക് നോക്കുകയാണ്. ആ 3 പേര് നിൽക്കുന്ന സ്ഥലവും മാർക്ക് നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് ദൂരവ്യത്യാസമുണ്ട്. പക്ഷേ ആ 3 പേരും വല്ലാതെ അസ്വസ്ഥതയോടുകൂടി ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രായമുള്ള ആള് മറ്റു 2 പേരോടും പറഞ്ഞു, അത് ശരിക്കും അതിശക്തമായ സെയിന്റ് ഊർജമുള്ള ആരോ ആണല്ലോ. അതെ, അത് ശരിക്കും ഒരു ഔട്ട്സൈഡറാണ്. അത് കേട്ടതും അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഉറക്കെ പറഞ്ഞു, ഇനിയും നമ്മുടെ ഈ സെയിന്റ് കിങ്ഡത്തെ കീഴ്പ്പെടുത്താൻ ഒരു ഔട്ട്സൈഡർ എത്തിയതാകുമോ? അത് കേട്ടതും ആ പ്രായമുള്ള ആൾ പറഞ്ഞു, ആരാണെങ്കിലും നമുക്കത് അനുവദിക്കാൻ പറ്റില്ല. നേരത്തെ ലോർഡ് ചെങ് ഷുവാൻ ഈ സെയിന്റ് കിങ്ഡം മുഴുവൻ അടക്കി ഭരിച്ചപ്പോഴും അദ്ദേഹത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇനി വരുന്ന ആർക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ആ മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിലെ ഏറ്റവും ശക്തരായ 3 ആളുകളുടെ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത്. മാർക്ക് വന്നിറങ്ങിയ നിമിഷത്തിൽ പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി ആ ഭാഗത്ത് സംഭവിച്ചു. മാർക്ക് ആ മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിൽ കാലുകുത്തിയ ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡങ്ങൾ മാർക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ആ 3 ഹാർട്ടുകളും ആ നിമിഷം മാർക്കിന്റെ അടുത്തേക്ക് പറന്നെത്തുകയും മാർക്കിന്റെ ഉള്ളിലേക്ക് അങ്ങ് ലയിച്ചേരുകയും ചെയ്തു. മാർക്കിന്റെ ഉള്ളിൽ ഇപ്പോ 3 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡമായി. ആ ഹാർട്ടുകൾ മാർക്കിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മാർക്കിന് വല്ലാത്തൊരു പവർ ഫീൽ ചെയ്യുകയാണ്. ശരിക്കും ട്രൂ കോൺഷ്യസ് ലെവലിൽ ഉണ്ടായിരുന്ന മാർക്കിന്റെ ആ കോൺഷ്യസ് ലെവല്, ആ ബോധ മനസ്സ് ഇപ്പോ അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുന്നു. ആ ലെവലിന് ഡാവോ ബോധ മനസ്സ് എന്നാ വിളിക്കുക. പാത്ത് ഓഫ് കൾട്ടിവേഷന്റെ പൂർണ്ണത ഡാവോ ലെവലിലാണ്. അതിന് മുകളിലുള്ളത് ഹോളി ലെവലാണ്. ഡാവോ കോൺഷ്യസ്നസ് ലെവലിൽ ശരിക്കും ഒരു വല്ലാത്ത ബോധ്യം, വല്ലാത്തൊരു ബോധ മനസ്സ് മാർക്കിനുണ്ട്. മാർക്കിന്റെ ബോഡിക്ക് വല്ലാത്തൊരു പവർ ഉള്ളതുപോലെ മാർക്കിന് തോന്നൽ. മാർക്ക് എന്താണ് സംഭവിച്ചെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് മാർക്കിന്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി ചാടി വീണത്. എന്താണ് സംഭവിച്ചതെന്ന് മാർക്കിന് മനസ്സിലാകുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. ആ പെൺകുട്ടിയുടെ അതിശക്തമായ ഒരു വെട്ടിൽ തൊട്ടു മുന്നിൽ
ഒരു ഡീമൻ രണ്ടായി മുറിഞ്ഞു വീണു. ശരിക്കും ഒരു ഡീമന്റെ അറ്റാക്ക് മാർക്കിന് നേരെ ഉണ്ടായതാണ്. ആ അറ്റാക്ക് നടത്തിയ ഡീമനെ ആ പെൺകുട്ടി ഒറ്റവെട്ടിന് രണ്ടാക്കിയിരിക്കുകയാണ്. മാർക്ക് അമ്പരപ്പോടെ ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവളുടെ സോഡുമായി മാർക്കിന്റെ തൊട്ടുമുന്നിൽ അതിശക്തമായ ഒരു പ്രകടനമാണ് നടത്തിയത്. മാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഡീമനുകളെ നേരിടുന്നതിനിടയിൽ അവൾ മാർക്കിനോട് പറഞ്ഞു, ബിഗ് ബ്രദർ കുറച്ച് പുറകോട്ട് മാറിക്കോ, ഞാൻ ഇപ്പോ ഇവരെ തീർക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അതിശക്തമായ ഒരു സോഡ് ഫൈറ്റാണ് അവിടെ കാഴ്ചവെച്ചത്. അവള് അതിവേഗം ചാടി ഉയർന്ന് ആ ഡീമനുകളെ നേരിടുമ്പോൾ മാർക്ക് വല്ലാത്തൊരു കൗതുകത്തോടെ അത് കാണുകയാണ്. ഈ ഡീമനുകൾ എന്തിനാ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്? അത് ചോദ്യം നമ്പർ 1. 2, ആരാ ഈ പെൺകുട്ടി? എന്താ ഇപ്പൊ സംഭവിച്ചത്? മാർക്കിന് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൊണ്ട് പിടികിട്ടുന്നില്ല. എന്തായാലും ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഡീമനുകളൊക്കെ കൊലപ്പെടുത്തിയ ആ പെൺകുട്ടി മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. ഹേ ബ്രദർ, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? ആ പെൺകുട്ടി അങ്ങനെ ചോദിച്ചപ്പോൾ മാർക്ക് ചുറ്റുപാടും ഒന്ന് നോക്കിയാണ്. മാർക്കിന് പരിചയമില്ലാത്തൊരു മേഖലയിലാണ് മാർക്ക് ഇപ്പൊ നിൽക്കുന്നത്. മാർക്ക് പെൺകുട്ടിയോട് ചോദിച്ചു, ഞാനേ ഇവിടെ അബദ്ധവശാൽ എത്തിയതാണ്. എനിക്ക് ഇവിടെ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചു പോലെ തോന്നുന്നു. സത്യത്തിൽ എന്താ ഇവിടെ സംഭവിച്ചത്? ബ്രദർ, ഇവിടെ ഒരു 3 കൊല്ലം മുമ്പ് ഡീമൻ വാലിയിലെ ഊട്ടിയാൻ ഒരു കാര്യം ചെയ്തു. ഊട്ടിയാൻ ഡീമൻ സീലിംഗ് വാലിയെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ ഡീമൻ സീലിംഗ് വാലി പൂർണ്ണമായും ഇല്ലാതായി. അവൾ പറഞ്ഞ ആ വാചകത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഊട്ടിയാൻ ആക്രമിച്ച കാലത്തെക്കുറിച്ചുള്ളതാണ്. രണ്ടാമത്തത് ആ ഡീമൻ സീലിംഗ് വാലിയെ കുറിച്ചുള്ള കാര്യമാണ്. അവൾ പറഞ്ഞ ആ വാചകത്തിന്റെ ആദ്യത്തെ ഭാഗം കേട്ട് മാർക്ക് അമ്പരപ്പോട് അവളോട് ചോദിച്ചു, 3 കൊല്ലം മുമ്പാണോ ഊട്ടിയാൻ ആക്രമിച്ചത്? അതേ ബിഗ് ബ്രദർ, അതൊരു വലിയ ആക്രമണമായിരുന്നു. ഡീമൻ സീലിംഗ് വാലി ഏതാണ്ട് പൂർണ്ണമായും ആ ആക്രമണത്തിൽ കത്തി നശിക്കായിരുന്നു. ഊട്ടിയാന്റെ ആക്രമണത്തിൽ അന്ന് ഡീമൻ സീലിംഗ് വാലിയുടെ ചീഫ് സെക്ഷൻ മാസ്റ്റർ ലോർഡ് ഡാൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. എല്ലാ ആളുകളും കൊല്ലപ്പെട്ടു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവര് എങ്ങോട്ടൊന്നുമില്ലാതെ ഓടിപ്പോയിരിക്കുകയാണ്. താൻ ആ ഡീമൻ സീലിംഗ് വാലിയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകപ്പെട്ട ആ നിമിഷം മുതൽ തിരിച്ചെത്തിയ നിമിഷം വരെയുള്ള സമയം മാർക്കിന്റെ മനസ്സിൽ ഇപ്പൊ തെളിഞ്ഞു. 3 കൊല്ലം താൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാർക്കിനെ പക്ഷേ ആ കാലഘട്ടം അങ്ങനെ അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. മാർക്ക് യാത്രയിലായിരുന്നു എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. ആ യാത്രയെക്കുറിച്ച് മാർക്കിന്റെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ട്. ആ പെൺകുട്ടി പറഞ്ഞപ്പോ ആ കാര്യങ്ങളാണ് പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതിൽ 2 കാര്യങ്ങൾ മാർക്കിന്റെ മനസ്സിൽ ഇപ്പോഴും തറച്ചു നിൽക്കുകയാണ്. ഒന്ന്, മാർക്കിന്റെ പിതാവിനെ മാർക്ക് അവസാനമായി കണ്ട നിമിഷം. മാർക്ക് ഇപ്പോഴും ആ മുഖം ഓർമ്മയുണ്ട്. സുവർണ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്ത് സിംഹാസനത്തിൽ അക്ഷോഭിനായിരിക്കുന്ന അവന്റെ പിതാവിനെ അവന് നല്ല ഓർമ്മയുണ്ട്. അവന്റെ പിതാവ് അവനോട് അവസാനം പറഞ്ഞ ആ വാചകവും മാർക്കിനറിയാം. മാർക്ക്, നിനക്ക് വേണ്ടി ഇത്രയും ചെയ്യാനേ എനിക്ക് പറ്റൂ എന്നാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞത്. അതോടൊപ്പം മാർക്കിന്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു ചോദ്യമായി വന്നിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയുടെ ഒരു ഡയലോഗാണ്. അദ്ദേഹം മാർക്കിന്റെ പിതാവിനെ സംബോധന ചെയ്തത് യുവർ ലോർഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതിനിടയിൽ എപ്പോഴോ രാജാവ് എന്നും യാവോ പറഞ്ഞതായി മാർക്ക് ഓർക്കുന്നുണ്ട്. മാർക്കിന്റെ പിതാവ് ഈ ഇമ്മോർട്ടൽ ചക്രവർത്തിമാരുടെയൊക്കെ രാജാവ് ആണോ? മാർക്ക് ശരിക്കും അവിശ്വസനീയതയോടെയാണ് ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ തോന്നിയതും മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ ഇമ്മോർട്ടൽ ചക്രവർത്തിയെ ഒന്ന് തിരഞ്ഞു. ഡിവൈൻ സെൻസ് കൊണ്ട് തന്നെ മാർക്ക് ഇമ്മോർട്ടൽ ചക്രവർത്തി ഒന്ന് വിളിച്ചു. ഇമ്മോർട്ടൽ ചക്രവർത്തി. അങ്ങനെ മാർക്ക് ഒന്ന് വിളിച്ചു നോക്കിയിട്ടും ഒരു അനക്കവുമില്ല. ഈ സമയത്ത് മാർക്കിന്റെ അടുത്ത് നിൽക്കുകയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി മാർക്കിനോട് ചോദിച്ചു, ഏയ് നിങ്ങളെന്താ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ പെൺകുട്ടി മാർക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം മുമ്പ് ഊട്ടിയാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചും ആ യുദ്ധത്തെക്കുറിച്ചും അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും അന്ന് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളൊക്കെ തകർന്നതിനെ കുറിച്ചും വനം തകർന്നതിനെ കുറിച്ചും അതൊക്കെ മരുഭൂമി ആയതിനെ കുറിച്ചൊക്കെയാണ് അവൾ പറയുന്നത്. ശരിക്കും മാർക്ക് അവൾ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ പൂർണ്ണമായും മാർക്കിന്റെ ആ യാത്രയിൽ മാർക്കിന്റെ ആ കാര്യങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. മാർക്ക് പെട്ടെന്ന് അവളുടെ ശബ്ദം കേട്ട് ഞെട്ടി ഉണ്ടെന്ന് അവളെ നോക്കി. ആ പെൺകുട്ടി മാർക്കിനോട് ചോദിച്ചു, എന്താ ആലോചിക്കുന്നത്? ഏതോ സ്വപ്നം കണ്ടുപോലെ ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ ആരാണ്? ആ പെൺകുട്ടി അങ്ങനെ ചോദിച്ചതും മാർക്ക് അവളോട് പറഞ്ഞു, എന്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. ആട്ടെ, കുട്ടിയുടെ പേരെന്താണ്? ഞാൻ റൂബി. ഞങ്ങള് ഈ സെയിൻലി കിങ്ഡത്തിന്റെ ഇന്നർ ഭാഗത്തുള്ള ആളുകളാണ്. ഇന്നർ ഭാഗത്തോ? അതേ മാർക്ക്, ഈ സെയിൻലി കിങ്ഡത്തിന്റെ ചുറ്റും അനവധി ലെയറുകളുണ്ട്. ഓരോ ലെയറിലും ഓരോ ടൈപ്പ് സംവിധാനങ്ങളാണ് ഉള്ളത്. മാർക്കിന് ആ പെൺകുട്ടി പറഞ്ഞ ഭാഗം മനസ്സിലാകുന്നുണ്ട്. മാർക്ക് ആ സെയിൻലി കിങ്ഡത്തിലേക്ക് കടന്നത് ശരിക്കും അതിന്റെ ഔട്ടർ ലെയറിലൂടെയാണ്. തുടക്കത്തിൽ ആ ലെയറിൽ ഗ്രാമങ്ങളാണ് ഉള്ളത്. അതിന്റെ അടുത്ത ലെയറിലേക്ക് മാർക്ക് കടന്നപ്പോൾ മാർക്ക് എത്തിയത് ശരിക്കും പട്ടണങ്ങളിലാണ്.
അതിൽ ഒരു പട്ടണത്തിൽ മാർക്ക് എത്തിയതും അവിടെ നടന്ന യുദ്ധവും മാർക്ക് ട്രൂ കോൺഷ്യസ്നസ് ലെവലിലേക്ക് കടന്നു നോക്കിയ മാർക്കിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ നിന്ന് മാർക്ക് പിന്നെ എത്തിയത് കുറച്ചുകൂടി അകത്തുള്ള ഒരു റീജിയനിലാണ്. അതാണ് ഡീമൺ വാലി. ധാരാളം ഡീമനുകളുള്ള ഒരു സ്ഥലം. ആ ഡീമൺ വാലിക്ക് അകത്താണ് ഡീമൺ സീലിംഗ് വാലി. അവിടെ ഡീമനുകൾക്ക് കടക്കാൻ കഴിയാത്ത ശൈലിയിൽ ഒരു ബൗണ്ടറി ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് അനവധി ആളുകൾ താമസം ഉണ്ടാകും. മാർക്ക് അവിടെ എത്തിയതുമാണ്. ഇപ്പൊ ആ പെൺകുട്ടി പറയുന്നു ആ ഡീമൺ സീലിംഗ് വാലിക്കും അപ്പുറത്ത് സെൻട്രൽ കോർ എന്നുള്ള ഒരു സ്ഥലമുണ്ട്. ഈ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിന്റെ ഏതാണ്ട് നടുക്കുള്ള ഭാഗമെന്ന് അതിനെ വിളിക്കും. ആ ഭാഗമാണ് അവളുടെ ജന്മസ്ഥലം. റൂബി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞങ്ങൾക്ക് ഒരു ഗിൽഡുണ്ട്. ഗിൽഡ് അതെ മാർക്ക്, ഒരു അസോസിയേഷൻ. ഗാർഡിയൻ ഓഫ് ഗിൽഡ് എന്ന അതിനെ വിളിക്കുക. ഗാർഡിയൻ ഓഫ് ഗിൽഡ്. റൂബി എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, ഇവിടെ ഒരു സെയിന്റ് ഉണ്ടായിരുന്ന കാര്യം മാർക്കിന് അറിയാമല്ലോ. സെയിന്റ് ചിയാങ് ഷുവാൻ മരിച്ചതോടുകൂടി ഈ നാട് അനാഥമായിരിക്കുകയാണ്. ഈ നാടിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് ഔട്ട്സൈഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഔട്ട്സൈഡേഴ്സിൽ ഒരാളായിരിക്കും നാളെ ഈ നാട് ഭരിക്കുന്ന സെയിന്റ് ആവുക. അങ്ങനെ സെയിന്റ് ആകാൻ വരുന്ന ആളുകളെ അതിനെ അനുവദിക്കാതെ അവരെ കൊന്നൊടുക്കാനായി ഒരു ടീം ഇവിടെ ഉണ്ട്. അവരെയാണ് ഗോഡ് സ്ലേയേഴ്സ് എന്ന് വിളിക്കുക. ആ പെൺകുട്ടി ഗോഡ് സ്ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞതും മാർക്കിന്റെ ആ ലേഡിയുടെ ചിത്രം ഓർമ്മ വരികയാണ്. മാർക്ക് ആ ആയുധങ്ങളുള്ള ബിൽഡിങ്ങിൽ എത്തിയപ്പോൾ ആ 5ാമത്തെ നിലയിൽ 10 ഡയറക്ഷൻസ് ഓഫ് അനിലേഷൻ എന്ന് പറയുന്ന ആ ആയുധം, ആ ചക്രം, ആ 5ാമത്തെ നിലയിൽ നിന്ന് എടുത്ത ആ ലേഡി സിമ്രാൻ മാർക്കിന്റെ മനസ്സിലുണ്ട്. അവര് ഗോഡ് സ്ലേയർ ടീമാണ്. അവര് ഔട്ട്സൈഡേഴ്സിനെ അവസാനിപ്പിക്കാനായി വ്രതം നോറ്റിരിക്കുന്നവരാണ്. അങ്ങനെ മാർക്കിന് തോന്നിയതും ആ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, ഗോഡ് സ്ലേയേഴ്സ് ശരിക്കും സെയിന്റുകൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ ഒരു സെയിന്റിനെ എങ്ങനെയും ഇവിടെ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു സെയിന്റ് ഉണ്ടെങ്കിലേ ഈ കിങ്ഡം നേരായ വഴിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. ആ പെൺകുട്ടി പറഞ്ഞ വാചകങ്ങൾ കേട്ട മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇവിടെ നിന്നാൽ ശരിയാകില്ല. മാർക്ക്, നിങ്ങളുടെ ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങൾ കൊല്ലപ്പെടും. നിങ്ങൾ എന്നോടൊപ്പം വന്നാൽ ഞങ്ങളുടെ ഗിൽഡിന്റെ ഭാഗമാകാം. ഞങ്ങളുടെ ഗിൽഡ് എന്തായാലും ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ടീമാണ്. മാർക്ക് ഒരു ഔട്ട്സൈഡർ ആണെന്ന് അവൾക്ക് ഏകദേശം അറിയാം. അവള് അവിടുത്തെ നേറ്റീവുമാണ്. മാർക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അവൾക്കൊപ്പം നടന്നു തുടങ്ങി. അവർ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് പോകേണ്ടത്. മാർക്ക് റൂബിക്കൊപ്പം ആ സെയിൻലി കിങ്ഡത്തിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്കാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ റൂബി അവളോട് പറഞ്ഞു, ഞങ്ങളുടെ ഗിൽഡിന് കുറെ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. സിസ്റ്റംസോ? അതെ മാർക്ക്, അതിനെന്താ പറയുക, കുറച്ച് ഓർഡർ ഉണ്ടെന്ന് പറയാം. അതായത് ഈ ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം എന്നുള്ളത് മാർക്കിന് അറിയാമല്ലോ. അതെ, ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം ഞാൻ കേട്ടിട്ടുണ്ട് മാർക്ക്. കൂടുതൽ ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം ഉള്ള ആളുകളെയാണ് ഞങ്ങളുടെ ഗിൽഡിൽ കൂടുതൽ പവറുള്ള ആളുകൾ. അത് കേട്ടപ്പോൾ മാർക്കിന്റെ ഹൃദയം ഒന്നും പിടിച്ചു. മാർക്കിന്റെ കയ്യിൽ 3 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം ഉണ്ട്. തനിക്കിതാ ഒരു ചാൻസ് വരാൻ പോവുകയാണെന്ന് മാർക്കിന് തോന്നിയപ്പോൾ ആ റൂബി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം ഉള്ളത് എൻ്റെ ഒരു അഭിതാകാംക്ഷിക്കാണ്. അയാളുടെ കയ്യിൽ 15 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം ഉണ്ട്. 15? അതെ മാർക്ക്, 15 എണ്ണം. ആകെ 81 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം ആണ് അവിടെ ഉള്ളതെന്നാണ് മാർക്ക് ഇതുവരെ കേട്ടിട്ടുള്ളത്. അതിൽ 15ഉം ഒരു വ്യക്തിയുടെ കൈവശമുണ്ടെന്നാണ് അവൾ പറഞ്ഞതിന്റെ അർത്ഥം. മാർക്ക് 4ഉം 5ഉം ഒക്കെ ഉള്ള വേറെ ആളുകളൊക്കെ ഉണ്ട്. മാർക്കിന്റെ കയ്യിൽ ആകെ 3 ഉള്ളൂ. മാർക്കിനേക്കാൾ ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം കൂടുതലുള്ള ആളുകളുള്ള ഒരു ഗിൽഡിലേക്കാണ് അയാൾ ഇതാ പോകുന്നത്. ശരിക്കും ഒരു വലിയ അസോസിയേഷനാണ് ഈ ഗിൽഡ് എന്ന് പറയുന്നത്. അതിശക്തരായ യോദ്ധാക്കളാണ് അപ്പോ അവിടെ ഉള്ളതെന്ന് വ്യക്തി. അങ്ങനെ തോന്നിയ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടായി. അതിശക്തമായ ഒരു പെയിൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ആ പെയിൻ മാർക്കിന്റെ ബോഡി മുഴുവൻ അങ്ങനെ വ്യാപിക്കുകയാണ്. പക്ഷെ ഉള്ളിലാണ് ആ പെയിൻ അനുഭവപ്പെടുന്നത്, ബോഡിക്ക് പുറത്തല്ല. മാർക്ക് ആ പെയിൻ അനുഭവപ്പെടുന്ന നിമിഷത്തിൽ ഒരു കാര്യം കൂടി കേട്ടു. അതൊരു ശബ്ദമാണ്. ഏയ്, എത്രയും പെട്ടെന്ന് എനിക്ക് ഹോളി എനർജി വേണം, അല്ലെങ്കിൽ സെയിന്റ് എനർജി. മാർക്ക് ശരിക്കും ഞെട്ടി. മാർക്ക് ശബ്ദം കേട്ടു എന്നുള്ളത് സത്യമാണ്. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ അവിടെയൊന്നും ആരുമില്ല. ആകെ ഉള്ളത് റൂബിയാണ്. റൂബി സംസാരിച്ചുകൊണ്ടങ്ങ് നടക്കുകയാണ്. അവളല്ല ആ ഡയലോഗ് പറഞ്ഞതെന്ന് മാർക്കിന് മനസ്സിലായി. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ഉറക്കെ ചോദിച്ചു, ആരാ നിങ്ങൾ? യാവോ ചക്രവർത്തിയാണ് സാധാരണഗതിയിൽ മാർക്കിന്റെ ഡിവൈൻ സെൻസിനൊപ്പം സഞ്ചരിക്കുക. ആ യാവോ ബോധം വിട്ട് എണീറ്റതായിരിക്കുമോ? അങ്ങനെ തോന്നിയപ്പോൾ ആ ശബ്ദം മാർക്കിനോട് പറഞ്ഞു, ഏയ്, കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ അതിവേഗം എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുക, എനിക്ക് ശരിക്കും വിശക്കുന്നു. അങ്ങനെ പറഞ്ഞ ആ ശബ്ദം പെട്ടെന്നാണ് അതിവേഗതയിൽ അതിന്റെ ശക്തിയെ ഒരു ഊർജ സോഴ്സാക്കി മാറ്റുന്നത്. മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ മാർക്ക് അതിന്റെ ആ വിഷ്വൽ രൂപം കണ്ടു. അതൊരു കത്തിയാണ്. നല്ല മനോഹരമായി പിടിയുള്ള അതിശക്തമായ ഒരു കത്തിയുടെ രൂപത്തിലേക്ക് ആ ഊർജം കേന്ദ്രീകരിക്കപ്പെടുകയാണ്.
ആ കത്തിയാണ് മാർക്കിനോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഏയ്, പറഞ്ഞു മനസ്സിലായില്ലേ, എനിക്ക് വിശക്കുന്നു. ഏതോ ഒരു ഡിവൈൻ ശക്തി മാർക്കിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ശക്തി അതിന്റെ രൂപം മാർക്കിന്റെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഒരു കത്തിയുടെ രൂപത്തിൽ മാർക്കിന് മുന്നിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ആ കത്തിയുടെ പിന്നിലുള്ള ശക്തിക്കും വൻ കപ്പാസിറ്റി ഉണ്ടെന്ന് മാർക്കിന് തോന്നിയതും മാർക്ക് മുന്നോട്ട് നോക്കുമ്പോൾ 4-5 ഡീമനുകളെ മാർക്ക് കണ്ടു. മാർക്ക് ആ ഡീമനുകളെ കണ്ട നിമിഷത്തിൽ റൂബി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇവിടെ നിന്നോ. അങ്ങനെ പറഞ്ഞിട്ട് അവൾ കയ്യില് വാളുമായി മുന്നോട്ട് കുതിച്ച ആ റൂബി അവളുടെ കയ്യില് വാള് ഒന്ന് ചുഴറ്റിക്കൊണ്ട് ചാടി ഉയർന്ന് ആ ഡീമനുകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന കപ്പാസിറ്റിയുള്ള ഡീമനുകളാണ് അവളെ ആക്രമിക്കുന്നതെന്ന് അടുത്ത നിമിഷം അവൾക്ക് മനസ്സിലായി. കാരണം ആ ഡീമനുകളിൽ ഒരാളുടെ ഒറ്റയിടിയിൽ അവൾ തെറിച്ചു. എന്നിട്ടും അവൾ ചാടി എണീറ്റ് വാളുകൊണ്ട് ആ ഡീമന്റെ കയ്യിൽ വെട്ടുകയും ചെയ്തു. അവളെ ഡീമനുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പെട്ടെന്ന് മാർക്ക് തറയിൽ ഒന്ന് ചവിട്ടി. ലിങ്ക് ബോ എന്ന മാർക്ക് പഠിച്ചെടുത്ത ആ മൂവ്മെന്റ് ടെക്നിക്കാണ് മാർക്ക് ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയത്. അടുത്ത നിമിഷം മാർക്ക് ആ ഡീമനുകളുടെ തൊട്ടടുത്തെത്തി. ആ ഡീമനുകളിൽ ഒരെണ്ണം റൂബിയെ ആഞ്ഞടിക്കാനായി കൈ ഉയർത്തിയതും മാർക്ക് ഒരൊറ്റയിടി. മാർക്കിന്റെ ആ കൈ ഉരുക്ക് മുഷ്ടി പോലെ ആ ഡീമന്റെ മുഖത്ത് പതിക്കുമ്പോൾ കൺകോണിലൂടെ റൂബി ആ കാഴ്ച കണ്ടു. ആ ഡീമന്റെ തല ചെറു തരികളായി ചിതറുന്ന കാഴ്ച. ഒറ്റയിടിക്ക് ഒരു ഡീമന്റെ തല ചിതറിച്ച മാർക്ക് ഫിൽഡറെ കണ്ട് ശരിക്കും മറ്റേ ഡീമനുമായി ഫൈറ്റ് ചെയ്യുന്നതിനിടയിലും റൂബിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അത്ഭുതം വിരിയുകയാണ്. പക്ഷെ ഏതാനും സെക്കൻഡുകൾക്കകം മാർക്ക് അവൾക്ക് ചുറ്റുമുണ്ടായിരുന്ന സകല ഡീമനുകളെയും വെറും ഓരോ പഞ്ചുകൾ കൊണ്ട് അവസാനിപ്പിച്ചു. ആ പഞ്ചുകൾ കൊടുക്കുന്നതിനിടയിൽ മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ ഭാഗമായ ആ കത്തി മാർക്കിനോട് പറയുകയും ചെയ്തു, അവയുടെ ഇന്നർ കോറ് വലിച്ചെടുക്കുക, അവരുടെ ബോഡി നോക്ക്, അവയ്ക്കുള്ളിൽ ക്രിസ്റ്റൽ കോറ് കാണും. ഡാവോ ലെവൽ 4ലുള്ള അതിശക്തരായ ഡീമനുകളാണ് അവിടെ ആ പെൺകുട്ടിയെ ആക്രമിച്ചത്. ഈ ഡാവോ ലെവലിലേക്ക് കടക്കുന്ന ആളുകളുടെ ഇന്നർ കോർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ രൂപത്തിലായിരിക്കുമെന്ന് മാർക്കിന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. മാർക്ക് അതിവേഗം ആ ക്രിസ്റ്റലിൽ സംഘടിപ്പിച്ച് മാർക്കിന്റെ ബോഡിയിൽ തൊട്ടതേ ഉള്ളൂ. ആ നിമിഷം ആ ക്രിസ്റ്റലിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. ഈ കാഴ്ച റൂബി കാണുന്നുണ്ട്. റൂബിയും ആകെ ഞെട്ടി എന്ന് പറയാം. അവൾ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ ഡീമനുകളുടെ ആ തിളങ്ങുന്ന ക്രിസ്റ്റലുകൾ മാർക്ക് വലിച്ചെടുക്കുകയും ബോഡിയിലേക്ക് വെക്കുകയും ചെയ്തപ്പോൾ അതെല്ലാം അപ്രത്യക്ഷമായി. റൂബി അമ്പരപ്പോടെ മാർക്കിനോട് ചോദിച്ചു, ബ്രദർ, നിങ്ങൾ ശരിക്കും ശക്തനാണല്ലേ? അങ്ങനെ റൂബി ചോദിക്കുമ്പോഴാണ് മാർക്കും യഥാർത്ഥത്തിൽ അത് ആലോചിക്കുന്നത്. മാർക്കിന്റെ ശക്തി ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. ആ ഹൂട്ടിയാനുമായി മാർക്ക് യുദ്ധം നടത്തുമ്പോഴുള്ള ശക്തിയല്ല ഇപ്പോൾ മാർക്കിനുള്ളത്. മാർക്ക് ശരിക്കും പവർഫുൾ ആയിരിക്കുന്നു. എത്ര പവർ മാർക്കിനുണ്ടെന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയില്ല. മാർക്ക് ഇപ്പോൾ ആ ഡീമനുകൾ നേരിട്ടപ്പോൾ വെറുതെ മാർക്കൊന്ന് പഞ്ച് ചെയ്തപ്പോൾ തന്നെ ആ ഡീമനുകൾ കൊല്ലപ്പെടുകയായിരുന്നു. അതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ റൂബി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ഡീമനുകളെല്ലാം ശരിക്കും ഡാവോ ലെവലിൽ എത്തിയ ഡീമനുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അൺകോൺഷ്യസ് ലെവലിൽ നിന്ന് ഹ്യൂമൻ കോൺഷ്യസിലേക്കും അവിടെ നിന്ന് ട്രൂ കോൺഷ്യസിലേക്കും അതിനു മുകളിൽ ഡാവോ കോൺഷ്യസിലേക്കും പിന്നീട് ഹോളി കോൺഷ്യസിലേക്കും ഇങ്ങനെ 5 ലെവലുകൾ കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി ആ സെയിന്റ് കിങ്ഡത്തിലെ സെയിന്റായി മാറുക. ഡീമനുകൾ ഒരു കാരണവശാലും ആ ലെവലിലേക്കൊന്നും കടക്കത്തില്ല. പക്ഷെ ആ ലെവലിലുള്ള ശക്തി ആർജിച്ചതിൻ്റെ ഒരു ലക്ഷണം അവർ കണ്ടു. അതുകൊണ്ടാണ് റൂബി അങ്ങനെ പറഞ്ഞത്. മാർക്ക് കൗതുകത്തോടെ ആ പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല, നീ ഇപ്പോൾ ഏത് ലെവലിലാണ്? ഞാൻ ഡാവോ ലെവൽ 2 ആണ്. ഈ ഡാവോ റലമിൽ എത്ര ലെവലുണ്ടാവും? മാർക്ക്, അത് 10 ലെവലാണ്. ഡാവോ ലെവൽ 10 വരെ ഒരാൾക്ക് പോകാൻ പറ്റും. 10 ലെവൽ കഴിഞ്ഞാൽ അയാൾ കടക്കുന്നത് ഹോളി റലമിലേക്കാണ്, ഹോളി സ്റ്റേജിലേക്ക്. റൂബി അവളുടെ അറിവ് മാർക്കുമായി പങ്കുവച്ചു. മാർക്ക് റൂബിയുടെ സംഭാഷണം വളരെ ശ്രദ്ധിച്ചാൽ കേൾക്കുന്നത്. ഒരുപാട് കാര്യങ്ങളാണ് റൂബി മാർക്കിനോട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ സംസാരിച്ച് അവര് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ഡീമനുകളെ അവർ കണ്ടിരുന്നു. ആ ഡീമനുകളെ കാണുമ്പോൾ മാർക്കിനോട് ആ ഡീമനുകളെ കൊല്ലാൻ ആവശ്യപ്പെടുന്നത് ആ കത്തിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആ ഡിവൈൻ സെൻസാണ്. ആ ഡിവൈൻ സെൻസിന് വേണ്ടി ആ ഡീമനുകളെ കൊല്ലാൻ മാർക്ക് ഏതാണ്ട് ബാധ്യസ്ഥനായതുപോലെയാണ്. ഒരുപാട് ഡീമനുകളെ കൊന്നിട്ടും ശരിക്കും ആ കത്തിയുടെ വിശപ്പ് അങ്ങോട്ട് മാറിയില്ല. ആ കത്തി പിന്നെയും മാർക്കിനോട് പറയും, ഇതൊന്നും രുചി നോക്കാനുള്ള സാധനം പോലും കിട്ടിയില്ലല്ലോ, എനിക്കാണെങ്കിൽ ശരിക്കും വിശപ്പുണ്ടോ? ഒരുപാട് ഊർജ്ജം ആവശ്യമുള്ള ഏതോ ഒരു വ്യക്തിയുടെ ഡിവൈൻ സെൻസ് ഇപ്പോൾ മാർക്കിന്റെ ഉള്ളിലുണ്ട്. അതാരാണെന്ന് മാർക്കിനങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ചു
മാർക്കിന്റെ മാനിഫെസ്റ്റേഷൻ കേസ് ഉപയോഗിച്ചു മാർക്കിന് അതങ്ങോട്ട് അളക്കാനും പറ്റുന്നില്ല. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ആ ഭാഗം കട്ടായി പോവുകയാണ്. എന്തായാലും ആ ആളെ പുറത്താക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ മാർക്ക് അയാളെയും കൂടെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ ഏകദേശം 2 ദിവസം റൂബിയും മാർക്കും കൂടെ നടക്കുമ്പോൾ അവര് ശരിക്കും വൻതോതിൽ സംഘടന നടക്കുന്ന ഒരു മേഖലയിലെത്തി. സംഘടന കണ്ടതും റൂബി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങളെ ഗിൽഡിലെ ആളുകളാണ് ആ ഡീമനുകളുമായി ഏറ്റുമുട്ടുന്നത്. പക്ഷെ ആ ഡീമനുകൾ ശരിക്കും ശക്തരാണ്, ഞാൻ അവർക്കൊരു സഹായം കൊടുക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് റൂബി മാർക്കിന്റെ അടുത്തുനിന്ന് അതിവേഗം അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടിയെത്തി. റൂബിയെ കണ്ടപ്പോൾ ആ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ആവേശം. ശരിക്കും മാർക്ക് കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ അടിപൊളി ഒരു സംഘടനമാണ് അവിടെ നടന്നത്. ആ സംഘടന നടക്കുന്നതിനിടയിൽ മാർക്ക് ഒരു കാഴ്ച കണ്ടു. ഒരു കൂറ്റൻ മരത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു സ്പൈഡർ ചിലന്തി പെട്ടെന്നാണ് അവിടേക്ക് പറന്നിറങ്ങിയത്. ആ ചിലന്തി ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ആ ചിലന്തിയെ കണ്ടതും ആ സംഘടനത്തിൽ ഏർപ്പെട്ടിരുന്ന ഡീമനുകളും അതുപോലെ ആ ഗിൽഡിലെ ടീമും അങ്ങ് ചിതറുകയാണ്. അത്രയേറെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ആ സ്പൈഡർ. അത് കണ്ടതും മാർക്കിന്റെ ഉള്ളിലെ ആ ഡിവൈൻ സെൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൊല്ലവനെ. കേൾക്കേണ്ട ദിവസം മാർക്ക് മുന്നോട്ട് കുതിച്ചു. മാർക്ക് ആ സ്പൈഡർക്ക് നേരെ കുതിക്കുന്നത് റൂബി കണ്ടു. റൂബി ഉറക്കെ വിളിച്ചു, മാർക്ക്, അരുത്. മാർക്കിന് തൊടാൻ കഴിയുന്ന ഒരു സംഭവമല്ല ആ സ്പൈഡർ എന്ന് റൂബിക്ക് അറിയാവുന്നത് കൊണ്ടാണ് റൂബി അങ്ങനെ ഉറക്കെ വിളിച്ചത്. പക്ഷേ മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചു എന്ന് മാത്രമല്ല ആകാശത്തേക്ക് ചാടി ഉയരുകയും ചെയ്തു. മാർക്ക് ആ ലോങ് ബ്രോ ആക്ടിവേറ്റ് ചെയ്ത് തറയിലൊന്ന് ചവിട്ടി മുകളിലേക്ക് പൊങ്ങുമ്പോൾ മാർക്ക് ഒരു കാര്യം മനസ്സിലാക്കി, തനിക്ക് വളരെ അനായാസമായി ആകാശത്ത് തങ്ങി നിൽക്കാൻ പറ്റും. മാർക്ക് വളരെ കൂളായി ആകാശത്തോട് മൂവ് ചെയ്ത് തുടങ്ങി. ഹോളി റീജിയനിൽ വെച്ച് മാർക്ക് സ്വന്തമാക്കിയ ആ എബിലിറ്റി ഇതാ മാർക്കിന് തിരികെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ മാർക്കിന്റെ മനസ്സിൽ തോന്നിയതും മാർക്ക് കൈയൊന്ന് അനക്കിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിലെ ആ ഡിവൈൻ സെൻസിന്റെ ഭാഗമായ ആ കത്തി പെട്ടെന്ന് മാർക്കിന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അത് വൻ പ്രകാശത്തിൽ ജ്വലിക്കുകയാണ്. ആ കത്തി മാർക്കിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ മാർക്കിനും അറിയില്ല. കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴേ കത്തി മാർക്കിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ആ കത്തി ഏതാണെന്ന് മാർക്കിന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മാർക്ക് ആ കത്തി കൊണ്ട് ആ സ്പൈഡറിന്റെ കഴുത്തിൽ ആഞ്ഞ് വെട്ടിയിരുന്നു. ഈ സംഭവം ശരിക്കും അമ്പരപ്പോടെ ആ ഗിൽഡുകാർ കാണുന്നുണ്ട്. അവർക്ക് ആർക്കും തന്നെ മാർക്ക് ഫെല്ലർ സഹായിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല, അത്ര ശക്തനാണ് ആ ഗിൽഡ്. ധാരാളം ഡീമനുകൾ മാറി ഈ കാഴ്ച കാണുന്നുണ്ട്. അവരുടെ ഇടയിൽ ഏറ്റവും ശക്തനാണ് ആ സ്പൈഡർ. ആ സ്പൈഡറുടെ മുന്നിലേക്ക് ചാടി ഉയർന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ഔട്ട്സൈഡർ, കയ്യിലെ കത്തി കൊണ്ട് സ്പൈഡർ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുന്നത് അവർ കണ്ടു. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി എല്ലാവരും ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ സ്പൈഡർ 2 കഷ്ണങ്ങളായി താഴെ വീണു. ആ നിമിഷത്തിൽ തന്നെ മാർക്ക് ഫെല്ലർ സ്പൈഡറുടെ ഉള്ളിൽ നിന്ന് ശരിക്കും നന്നായി തിളങ്ങുന്ന ഒരു ക്രിസ്റ്റൽ വലിച്ചെടുക്കുകയും ചെയ്തു. ആ ക്രിസ്റ്റൽ മാർക്ക് കയ്യിലേക്ക് എടുത്ത ആ നിമിഷത്തിൽ ആ ക്രിസ്റ്റൽ മാർക്കിന്റെ ഉള്ളിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്നു. ആ നിമിഷത്തിൽ ആ കത്തി മാർക്കിന്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മാർക്കിന്റെ ബോഡിക്കുള്ളിലെ ഊർജം ഒരു കത്തിയുടെ രൂപം ആർജിച്ചതാണ്. ശരിക്കും ഊർജത്തെ ഫിസിക്കൽ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഇതാ തനിക്ക് കഴിഞ്ഞിരിക്കുന്നു. മാർക്ക് തനിക്ക് ഉണ്ടായിരിക്കുന്ന ആ മാറ്റത്തെക്കുറിച്ച് ശരിക്കും അമ്പരപ്പോടെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തൻ്റെ പവർ ഒരുപാട് കൂടിയിരിക്കുന്നു. ആ സ്പൈഡർ 2 കഷ്ണമായി താഴെ വീഴുമ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ ഭാഗമായ ആ കത്തി മാർക്കിനോട് പറഞ്ഞു, ഷേ, ഇതും കുറച്ചേ ഉള്ളൂ മാർക്ക്, ഇത് പോരാ. നീ കൂടുതൽ ശക്തരായ ഡീമനുകളെ കൊല്ലണം, അല്ലെങ്കിൽ ഊർജമുള്ള മേഖലയിലേക്ക് പോകണം. ഒത്തിരിയേറെ ഊർജം ആവശ്യമുള്ള ഒരു കഥാപാത്രമാണ് തൻ്റെ ഉള്ളിലുള്ളതെന്ന് മാർക്കിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ ആളിൻ്റെ വിശപ്പ് ശമിപ്പിക്കാനുള്ള ഊർജം താനെങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ തോന്നിയെങ്കിലും മാർക്ക് ആ ഡിവൈൻ സെൻസിനോട് പറഞ്ഞു, സീനിയർ, ക്ഷമിക്കണം, ഞാൻ ഉടൻ തന്നെ ആവശ്യമായ ഊർജം കണ്ടുപിടിക്കും. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും 1-2 ആളുകൾ അവിടേക്ക് ഓടിയെത്തിയ ആളിൻ്റെ ബോഡിയിൽ ഒരു പടച്ചട്ടയുണ്ട്. ആ പടച്ചട്ടയിൽ ആ ഗിൽഡിന്റെ പേരും എഴുതിയിട്ടുണ്ട്. ഗാർഡിയൻ ഓഫ് ഓർഡർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗാർഡിയൻ ഓഫ് ഓർഡറിലെ ഒരു നേതാവാണ് അവിടെ എത്തിയെന്ന് വ്യക്തമാണ്. ഓടിയെത്തിയ അവൻ സ്പൈഡർക്ക് ചുറ്റും ഓടി നടക്കുകയാണ്. ആ ചിലതയ്ക്ക് ചുറ്റുമായി അവൻ ഓടി നടന്ന് ആ സ്പൈഡറുടെ ബോഡി തലങ്ങും വിലവുകയൊക്കെ മറിച്ചിട്ട് നോക്കിയിട്ട് ഉറക്കെ അവിടെ കൂടി നിൽക്കുന്ന അയാളുടെ ഗിൽഡിലെ ആളുകളോട് ചോദിച്ചു, ഏയ്, ഈ ബോഡിയിലുണ്ടായിരുന്ന ക്രിസ്റ്റലോടെ പോയി? ക്രിസ്റ്റലോ? ഞങ്ങളാരും കണ്ടില്ല. അങ്ങനെ അവർ പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ്റെ ദൃഷ്ടി മാർക്ക് ഫെല്ലറിൽ പതിഞ്ഞു. ഏയ്,
നീയാണോ ഈ ചിലന്തിയുടെ ക്രിസ്റ്റൽ എടുത്തത്? അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? മാർക്ക് അങ്ങനെ ചോദിച്ചതും റൂബി ഓടി മാർക്കിനെ അടുത്തെത്തി. മാർക്ക്, ഇത് എൻ്റെ സീനിയറാണ്. ഞങ്ങളുടെ ഗിൽഡിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ മുകളിലാണ്. അവൾ വളരെ ബഹുമാനത്തോടുകൂടിയാണ് അത് പറഞ്ഞത്. ആ സമയത്ത് ഗിൽഡിലെ ബാക്കി ആളുകൾ ഓടിയെത്തി അയാളെ തൊടുകയും ചെയ്തു. റൂബിക്ക് പരിചയമുള്ള വ്യക്തിയാണ് ആ നിൽക്കുന്ന ചെറുപ്പക്കാരെന്ന് മനസ്സിലായതും അവൻ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവന് മാർക്കിന്റെ ആ എനർജി ലെവൽ അറിയാൻ പറ്റും. മാർക്ക് അവനേക്കാൾ വളരെ താഴ്ന്ന ലെവലിലാണെന്ന് മനസ്സിലായപ്പോൾ അവൻ മാർക്കിനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അതിവേഗം അവിടെ നിന്ന് അങ്ങ് മടങ്ങുകയും ചെയ്തു. അവൻ പോയി കഴിഞ്ഞതും റൂബി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് ഞങ്ങളുടെ ലീഡറാണ്. ലീഡറോ? അതെ മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഗിൽഡിൽ ഒരുപാട് സീനിയേഴ്സ് ഉണ്ടെന്ന്. എനിക്ക് മുന്നിൽ 2 ലെവൽ മുകളിലാണ് ആ സീനിയർ. അദ്ദേഹത്തിന് മുകളിൽ വേറെ ആളുകളുണ്ടോ? മാർക്കിന് പക്ഷേ വന്നുപോയി ചെറുപ്പക്കാരുടെ ബോഡി ലാംഗ്വേജ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മാർക്ക് പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കാതെ റൂബിക്കും ബാക്കിയുള്ളവർക്കൊപ്പം അവരുടെ ഗിൽഡിലേക്ക് മടങ്ങി. ഗിൽഡിലേക്ക് റൂബിക്കൊപ്പം എത്തിയ മാർക്ക് കാണുന്നത് വിശാലമായ ഒരു അസോസിയേഷനാണ്. അനവധി ബിൽഡിങ്ങുകളും ഒത്തിരിയേറെ ട്രെയിനിങ് ഫെസിലിറ്റീസുമുള്ള ഒരു സ്ഥലത്താണ് മാർക്ക് എത്തിയിരിക്കുന്നത്. ഈ സെയിൻലി കിങ്ഡത്തിൽ ഭൂമിയിലെ പോലെ ഹോളി റീജിയനിലെ പോലെ നല്ല ബിൽഡിങ്ങുകൾ മാർക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. മാർക്ക് കൗതുകത്തോടെ ആ ബിൽഡിങ്ങുകളൊക്കെ നോക്കുമ്പോൾ റൂബി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സെൻട്രൽ റീജിയനിൽ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള കാഴ്ചകൾ മാർക്കിനെ കാണാൻ പറ്റും. എനിക്കറിയാം മാർക്ക് ഈ സെയിൻലി കിങ്ഡത്തിലേക്ക് വന്നതിന് ശേഷം ഇത്തരം കാഴ്ചകൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ബാക്കി സ്ഥലങ്ങളിൽ ബിൽഡിങ്ങുകളും മറ്റും ഉണ്ടാകാത്തതിൻ്റെ കാരണം ഡീമനുകളുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ആളുകളൊക്കെ താമസിക്കുന്നത് ഈ സെൻട്രൽ റീജിയനിലാണ്. ശരിക്കും ആ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ താമസം സെൻട്രൽ റീജിയനാണെന്ന് പറയാം. മാർക്ക്, ഈ സെൻട്രൽ റീജിയൻ ശരിക്കും വളരെ വിശാലമാണ് കേട്ടോ. ആ സെയിന്റ് കിങ്ഡത്തിന്റെ ഒരു നല്ലൊരു ഭാഗം ആ സെൻട്രൽ റീജിയന്റെ അകത്താണെന്ന് പറയാം. ഏതാണ്ട് ആ സെൻട്രൽ റീജിയന്റെ നേറ്റീവ്സ് ഒക്കെ താമസിക്കുന്നത് അവിടെയാണെന്ന് പറയാം. അല്ലാത്ത ആളുകൾ കുറച്ചുപേരുള്ളത് ആ ഗ്രാമവുമായി ബന്ധിപ്പിച്ചും പിന്നെ മാർക്ക് ആദ്യം ചെന്നപ്പെട്ട ആ നഗരവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അതുപോലുള്ള അനവധി നഗരങ്ങൾ പല ഭാഗത്തുമുണ്ട്. ആ നഗരങ്ങൾക്കും ഈ സെൻട്രൽ റീജിയനും ഇടയിലുള്ള മേഖലയാണ് ഈ ഡീമൺ വാലിയും ഡീമൺ സീലിംഗ് വാലിയൊക്കെ. ആ മേഖല ലേശം അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ഡീമൺ വാലിക്ക് അപ്പുറത്തുള്ള ആളുകൾ ഡീമൺ വാലിയിലൂടെ ഡീമൺ സീലിംഗ് വാലിയിലൂടെയും ഈ പറഞ്ഞ സെൻട്രൽ റീജിയനിൽ എത്താനായി പലപ്പോഴും ഒരു ശ്രമം നടത്തുമെങ്കിലും അവർക്ക് വിജയിക്കാൻ പറ്റില്ല. വിജയിക്കുന്ന ആളുകൾ ഈ സെൻട്രൽ റീജിയന്റെ ഭാഗമാകും. കാരണം ഡീമനുകളുടെ കണ്ണു വെട്ടിച്ചാണല്ലോ വരേണ്ടത്. റൂബി ആ കാര്യങ്ങളൊക്കെ മാർക്കിനോട് പങ്കുവച്ചു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ കണ്ട ചെറുപ്പക്കാരൻ അവിടെ എത്തി. അവിടെ എത്തിയ ആ ചെറുപ്പക്കാരൻ റൂബിയും റൂബിക്കൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒരു വരിയായി നിർത്തി. അവരെ മുഴുവൻ ഒന്ന് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു, നോക്കേ, ഞാൻ നേരത്തെ നിങ്ങളോട് കടുപ്പിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും പേരും വലിയൊരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ആ സ്പൈഡറെ കൊന്ന സമയത്ത് ആ സ്പൈഡറുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ നേടിയ ആ ക്രിസ്റ്റൽ ശരിക്കും ഈ ഗിൽഡിന് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾ കൈവശപ്പെടുത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ഞാൻ നിങ്ങൾക്ക് അല്പം സമയം നൽകാം. അതിനുള്ളിൽ ആ ക്രിസ്റ്റൽ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് മാർക്ക് ഫെല്ലറെ നോക്കി. മാർക്ക് ഫെല്ലറെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവൻ മാർക്കിനോട് പറഞ്ഞു, നിന്റെ പേരെന്താ പറഞ്ഞേ? മാർക്ക് എന്നല്ലേ? ഓക്കെ, അതെന്തോ ആവട്ടെ. ഞാൻ ഈ പറഞ്ഞത് നിനക്കും ബാധകമാണ്. അടുത്ത 10 മിനിറ്റിനകം ആ സ്പൈഡറിന്റെ ഉള്ളിൽ നിന്ന് ശേഖരിച്ച ആ ക്രിസ്റ്റൽ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ നിന്റെ തല ഇവിടെ അറ്റുവീഴും. അത് കേട്ടത് മാർക്ക് മറുപടി പറയാൻ തുനിഞ്ഞപ്പോൾ റൂബി മുന്നിലേക്ക് വന്നു. റൂബി അയാളെ തടുത്തുകൊണ്ട് അയാളോട് പറഞ്ഞു, ഏയ്, ഇത് പറയാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. നിങ്ങള് ഒരുപാടങ്ങ് കളിക്കരുതേ. ഏയ്, എന്റെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി വാ തുറക്കാൻ നിനാരാ അനുവദിച്ചത്? ആ ചെറുപ്പക്കാരൻ റൂബിയോട് അങ്ങനെ തട്ടിക്കയറുമ്പോൾ റൂബിക്കൊപ്പമുള്ള ചില ആളുകൾ ശരിക്കും ആ ചെറുപ്പക്കാരനെ ദേഷ്യത്തോടെ നോക്കുന്ന സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി അവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു അലർച്ച. അതാണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച സംഭവം. അലർച്ച കേട്ട ഭാഗത്തേക്ക് പെട്ടെന്ന് എല്ലാവരും കൂടെ ഓടി. മാർക്ക് ഓടിയെത്തി. ആ ഗിൽഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറി വനത്തിനുള്ളിലായി ഒരു കാഴ്ച അവർ കാണുകയാണ്. അവിടെ ആ ഗിൽഡുമായി ബന്ധപ്പെട്ട ചില ആളുകളെ ഒരു ജീവി ആക്രമിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ആ ജീവിയുടെ ഒരു തല, അത് മാത്രമാണ് ആ കാട്ടിനകത്തൂടി പുറത്ത് കാണുന്നത്. അത് കണ്ടതും റൂബി ഉറക്കെ പറഞ്ഞു, അത് ഹൈഡ്രയാണ്. ആ ഹൈഡ്ര ഭീകരൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അത് കേട്ട് മാർക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ടീമിനെ
അതൊരു വഴക്കുറഞ്ഞുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് കയറി. അവൻ്റെ കയ്യിൽ ഒരു വാളുണ്ട്. അവൻ ആ ഹൈഡ്ര നോക്കിയിട്ട് ചാടി ഉയർന്ന് ആ വാള് കൊണ്ട് ആഞ്ഞൊരൊറ്റ വെട്ടു. അവൻ്റെ ആ സോഡ് ലൈറ്റ് ആ ഹൈഡ്രയുടെ തലയിൽ തട്ടിയതും ആ തല അറ്റ് താഴെ വീണു. ആ തല അറ്റ് വീണതും അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടതും മാർക്ക് കൗതുകപൂർവ്വം ഒന്ന് ചിരിച്ചു. കൊള്ളാം, ശരിക്കും ആള് വഴക്കൊക്കെ ഉണ്ടാക്കെങ്കിലും സ്മാർട്ടാണ്. അങ്ങനെ മാർക്ക് വിചാരിക്കുമ്പോഴേക്കും അവൻ ആ ലീഡർ ആ ഗിൽഡിലെ റൂബിക്കും കൂട്ടർക്ക് മുന്നിലെത്തി. അയാൾ അവരോട് പറഞ്ഞു, നോക്ക്, ആ ഹൈഡ്ര ഇനി ആക്രമിക്കും. അവനെ ഇവിടം വരെ എത്തിച്ച നമുക്ക് അവൻ ഇവിടുന്ന് പോകാതെ നോക്കണം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ റൂബി അവനോട് ചോദിച്ചു, ലീഡർ അതെങ്ങനെ പറ്റും? റൂബി, നമ്മള് ഇര കൊടുത്ത് അവനെ മുന്നോട്ട് കൊണ്ടുവരും. ഇര കൊടുത്തു അതേന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആ ലീഡർ തിരിഞ്ഞ് അവിടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഡാ നീ മുന്നോട്ട് ചെന്നേ. ലീഡർ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നീ ആ കാടിന്റെ അകത്തേക്ക് ചെല്ലേ. നിന്നെ കാണുമ്പോൾ പതുങ്ങിയിരിക്കുന്ന ഹൈഡ്ര മുന്നിലേക്ക് വരും. ഹൈഡ്ര മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്രമിക്കാം. ആ ചെറുപ്പക്കാരന് ആ ലീഡർ പറയുന്ന കാര്യം അങ്ങോട്ട് അനുസരിക്കാൻ ഒരു മടിയുണ്ട്. പക്ഷേ ആ ലീഡറുടെ വാക്കുകൾ ധിക്കരിക്കാനും പറ്റില്ല. ആ ഗിൽഡിന്റെ ഓർഡർ അങ്ങനെയാണ്. മുകളിലുള്ള ആള് എന്ത് പറഞ്ഞാലും താഴെയുള്ള ആള് അനുസരിക്കണം. ഒരു പോലീസ് ഫോഴ്സിന്റെ അതേ ഓർഡറാണ്. ആ ലീഡർ വീണ്ടും ആജ്ഞാപിച്ചതും ആ ചെറുപ്പക്കാരൻ ലേശം ഭയത്തോടെ ആ കാടിന്റെ ഉള്ളിലേക്ക് കടന്നു. കാടിന്റെ ഉള്ളിലേക്ക് കടന്ന അവൻ പതുക്കെ പതുക്കെ മരങ്ങൾക്കിടയിലെ ആ ഹൈഡ്രയെ ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു തല മുകളിലേക്ക് പൊങ്ങി വന്നത്. ആ തല ആ ചെറുപ്പക്കാരനെ വിഴുങ്ങാൻ പോകുന്ന കണ്ടതും റൂബിയുടെ അടുത്ത് നിൽക്കുകയായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ മുന്നോട്ട് കുതിച്ചു. അവൻ ബ്രദർ എന്ന് വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് കുതിക്കുന്നത്. മുന്നോട്ട് കുതിച്ച ആ ചെറുപ്പക്കാരൻ ആ ഹൈഡ്രയുടെ അടുത്ത് എത്താറാകുമ്പോഴേക്കും ആദ്യത്തെ ചെറുപ്പക്കാരനെ ഏതാണ്ട് പൂർണ്ണമായും ആ ഹൈഡ്ര വിഴുങ്ങിയെന്ന് പറയാം. ആ ചെറുപ്പക്കാരൻ ദേഷ്യത്തോടെ തലയിൽ ചാടി ഉയർന്ന് വാളുകൊണ്ട് വെട്ടാൻ ശ്രമിച്ചതും ആ കാട്ടിനകത്ത് നിന്ന് ഹൈഡ്രയുടെ മറ്റൊരു തല കൂടി പൊങ്ങി വന്നു. ഹൈഡ്രയ്ക്ക് 10 തലയാണുള്ളത്. അതിൽ ഒരു തലയാണ് നേരത്തെ ആ ലീഡർ വെട്ടി താഴെ ഇട്ടത്. രണ്ടാം തല ഉപയോഗിച്ച ഹൈഡ്ര ഒരു ചെറുപ്പക്കാരന്റെ തല വിഴുങ്ങിയപ്പോൾ മൂന്നാമത്തെ തല ഉപയോഗിച്ചാണ് അതിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആളെ നേരിടുന്നത്. ആ കാഴ്ച കണ്ടതും റൂബി പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച റൂബി അവളുടെ കയ്യിൽ നിന്ന് വാളുയർത്തി സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അവളുടെ സുഹൃത്തിനെ ആ ഹൈഡ്രയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ചാടി ഉയർന്ന് ആഞ്ഞു വെട്ടുമ്പോൾ ഹൈഡ്രയുടെ മറ്റൊരു തല റൂബിയെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. ആ നിമിഷത്തിൽ ബാക്കി സകല ആളുകൾ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഹൈഡ്ര അതിന്റെ തല എവിടേക്കാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് ആർക്കും ഒരു പിടിയില്ല. പക്ഷെ ആ നിമിഷത്തിലാണ് ശരിക്കും അതിശക്തമായ ഒരു പ്രകാശം റൂബിക്ക് തൊട്ടു മുന്നിലൂടെ കടന്നുപോയത്. റൂബിയും ആ ചെറുപ്പക്കാരനെ ആ ആക്രമിക്കാൻ വന്ന ഹൈഡ്രയുടെ 2 തലകളാണ് പെട്ടെന്ന് അറ്റ് താഴെ വീണത്. ആ പ്രകാശം കടന്നുപോയ ആ ഗ്യാപ്പിൽ റൂബി മാർക്കിനെ കണ്ടു. മാർക്ക് റൂബി ആ ചെറുപ്പക്കാരനെ ഒന്ന് പുറകോട്ട് മാറ്റിയിട്ട് തിരിഞ്ഞ് ഹൈഡ്രയുടെ ഭാഗത്തേക്ക് നോക്കി. തന്റെ 2 തലകളും അറ്റ് വീഴ്ത്തിയ ആ ചെറുപ്പക്കാരനെ ഹൈഡ്രയുടെ മറ്റു തലകൾ കണ്ടു. പക്ഷെ എന്താണ് ആ ഹൈഡ്രയ്ക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹൈഡ്രയ്ക്ക് മനസ്സിലാക്കും മുമ്പ് മാർക്ക് ഫെല്ലറുടെ ആ കത്തി ഒന്ന് കറങ്ങി തിരിച്ചു വന്നപ്പോൾ ആ ഹൈഡ്രയുടെ എല്ലാ തലകളും അറ്റു. തലകൾ അറ്റൂന്ന് മാത്രമല്ല, ആ ഹൈഡ്രയുടെ ബോഡി കീറി മാർക്ക് ആ ക്രിസ്റ്റൽ പുറത്തെടുക്കുകയും ചെയ്തു. ശരിക്കും നല്ല ശക്തിയുള്ള ആ ക്രിസ്റ്റൽ മാർക്ക് പുറത്തെടുത്ത് ബോഡിയിലോട്ട് ഒന്ന് വെച്ചതേ ഉള്ളൂ. ആ നിമിഷം ആ ക്രിസ്റ്റലിങ് അപ്രത്യക്ഷമായി. ഈ നിമിഷത്തിലാണ് ആ ലീഡർ ഓടി അങ്ങോട്ട് വന്നത്. അവൻ ഓടിയെത്തിയത് ആ ഹൈഡ്രയുടെ അടുത്തേക്കാണ്. മാർക്ക് ഈ സമയത്ത് നടന്ന് റൂബിക്ക് അടുത്തേക്ക് എത്തി. റൂബിയുടെ കൂടെയുള്ള ആ സുഹൃത്ത് മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, ഒരുപാട് നന്ദിയുണ്ട്. ഹേയ് വിട്ടുകളാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് അവരെയും കൂട്ടി ആ ഗിൽഡിലെ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ ആ ഹൈഡ്രയുടെ അടുത്ത് പോയിരുന്ന ആ ലീഡർ മടങ്ങിയെത്തി. അയാള് മാർക്കിന്റെ മുന്നിലേക്കാണ് വന്നത്. അതിന്റെ ക്രിസ്റ്റൽ എവിടെ? ക്രിസ്റ്റലോ? എന്ത് ക്രിസ്റ്റൽ? നീ അതിന്റെ ക്രിസ്റ്റൽ എടുത്തില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എല്ലാ ക്രിസ്റ്റലും ഗിൽഡിന് അവകാശപ്പെട്ടാണെന്നും? നീ ആ ക്രിസ്റ്റൽ ഇപ്പൊ ഇവിടെ വെച്ചില്ലെങ്കിൽ ഞാൻ സെക്ഷൻ മാസ്റ്ററോട് പറയും. അദ്ദേഹം കാര്യം അറിഞ്ഞാൽ ആ നിമിഷം നിന്നെ കൊല്ലും. അത് കേട്ടതും റൂബി ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വന്നു. മിസ്റ്റർ ചെൻ, നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്കല്ലേ ആ ഹൈഡ്രയെ കൊന്നത്? ആ ഹൈഡ്രയുടെ ക്രിസ്റ്റൽ മാർക്കിന് അവകാശപ്പെട്ടതാണ്. അതെങ്ങനെ ഗിൽഡിന് സ്വന്തമാകും? റൂബി, വാ തുറക്കാൻ നിന്നെ ആരാ അനുവദിച്ചത്? ഞാൻ സംസാരിക്കുമ്പോ അതിനിടയ്ക്കേറി സംസാരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അങ്ങനെ റൂബിയോട് അയാൾ പറയുമ്പോൾ നേരത്തെ ആ ഹൈഡ്രയുടെ ആക്രമണത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ പോയ റൂബിയുടെ സുഹൃത്ത് ചെന്നോട് പറഞ്ഞു, മിസ്റ്റർ ചെൻ, നിങ്ങൾ അതിരുകൾ കടക്കുകയാണ്. അങ്ങനെ ചെറുപ്പക്കാരൻ പറഞ്ഞതും ചെൻ എന്ന് വിളിക്കപ്പെട്ട ആ ലീഡർ തിരിഞ്ഞ് അവനോട് പറഞ്ഞു, നീ എനിക്കെതിരെ സംസാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയായി ധൈര്യമുണ്ടായത് ഞാൻ സംസാരിക്കുമ്പോൾ വാ തുറക്കാൻ?
അയാൾ അങ്ങനെ വീണ്ടും തറപ്പിച്ച് പറഞ്ഞതും ആ ഗിൽഡിലെ ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് നിശബ്ദരായി. അവർ പാലിക്കുന്ന ഒരു അച്ചടക്കം, അതാണ് അവരെ നിശബ്ദരാക്കിയത്. ശരിക്കും ആ ചെറുപ്പക്കാർക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവരെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അവൻ തിരിഞ്ഞ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ നിമിഷം ആ ക്രിസ്റ്റൽ നീ ഇവിടെ വെക്കണം. അങ്ങനെ അവൻ പറഞ്ഞു. റൂബി പെട്ടെന്ന് ഓടി മുന്നിലേക്ക് വന്നു. അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ മാർക്ക് സ്വന്തമാക്കിയ ആ ക്രിസ്റ്റൽ മാർക്കിന് അവകാശപ്പെട്ടാണെന്ന്. അങ്ങനെ റൂബി വീണ്ടും പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ കൈ ഉയർത്തി റൂബി ഒരു അടി. ശരിക്കും അതിശക്തമായിട്ട് അയാൾ റൂബിയെ ആഞ്ഞടിച്ചതാണ്. പക്ഷെ ആ അടി റൂബിയുടെ കവിളിൽ പതിക്കുന്നതിന് തൊട്ടു മുന്നേ അയാളുടെ കൈ അറ്റ് താഴെ അങ്ങ് വീണു. മാർക്കിന്റെ കയ്യിലെ ആ കത്തി ഒന്ന് ചലിച്ചതാണ്. മാർക്ക് നിൽക്കുന്നുണ്ടെങ്കിലും ആ കത്തി ആ ചെറുപ്പക്കാരന്റെ കയ്യിലെ അടുത്തുവരെ പോയി തിരിച്ച് മടങ്ങി മാർക്കിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. തന്റെ അറ്റുവീണ കൈയിലേക്കും മാർക്കിലേക്കും നോക്കിയ ആ ചെറുപ്പക്കാരൻ അമ്പരപ്പോടെ മാർക്കിനോട് പറഞ്ഞു, ഹേയ്, നീ എന്താ ചെയ്തത്? അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ഇനി നീ വാ തുറന്നാൽ നിനക്ക് നഷ്ടമാകുന്നത് നിന്റെ തലയായിരിക്കും. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും മാർക്കിനെ ഒന്ന് നോക്കി പല്ലുറുമിയിട്ട് അവൻ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി മാർക്കിനോട് പറഞ്ഞു, ഹേയ്, ഞാനിപ്പോ ഗിൽഡ് മാസ്റ്ററോട് പറയും. അങ്ങനെ അവൻ പറഞ്ഞതേ ഉള്ളൂ. മാർക്ക് അവനോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതാണ്, വാ തുറക്കരുത്. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ആ ചെറുപ്പക്കാരനായ ലീഡർ ചെന്നിന്റെ തല ചിതറുകയും ചെയ്തു. എപ്പോ എങ്ങനെ അവന്റെ തല ചിതറിയും ചോദിച്ചാൽ ആർക്കും അറിയില്ല. മാർക്ക് ഫെല്ലർ തന്റെ വലത് കൈ ഒന്ന് അനക്കിയത് ഇതിനിടയിൽ റൂബി കണ്ടിരുന്നു. ആ വലത് കൈയിൽ നിന്ന് അതിശക്തമായ പ്രകാശം ചെന്റെ തലയിലേക്ക് ഇടിച്ചു കയറിയതും ആ തലങ്ങ് ചിതറുകയായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗം. ഏതാനും നിമിഷ നേരത്തേക്ക് അവിടെ പൂർണ്ണ നിശബ്ദതയാണ്. ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് സംസാരിച്ചത് റൂബിയുടെ സുഹൃത്തായ ആ ചെറുപ്പക്കാരനാണ്. മാർക്ക്, നിങ്ങൾ ചെയ്തത് പൂർണ്ണമായും ശരിയാണ്. പക്ഷേ ഈ ഗിൽഡിൽ ഇത് ചിലപ്പോ ഒരു വിഷയമാണ്. മാർക്ക്, നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിവേഗം ഇവിടുന്ന് മാറണം. അവരെ ആരെയൊക്കെയും ഭയക്കുന്നുണ്ടെന്ന് അവരുടെ സംഭാഷണം വിളിച്ചു പറയുകയാണ്. പെട്ടെന്ന് തന്നെ അവര് ആ തല അറ്റി വീണ ചെന്നിന്റെ ബോഡി അവിടെ നടത്ത് ആ ഹൈഡ്ര ചത്തു കിടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടെറിഞ്ഞു. ഹൈഡ്രയുടെ ആക്രമണത്താൽ ചെൻ കൊല്ലപ്പെട്ടതാണെന്ന് ആര് കണ്ടാലും വിചാരിച്ചോളൂ. ആ ശൈലിയിൽ കാര്യങ്ങൾ ഒതുക്കിയതിനു ശേഷം മാർക്കുമായി അവര് ഗിൽഡിന്റെ ഉള്ളിലേക്ക് കടന്നു. ശരിക്കും ഗിൽഡിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് അകത്ത് അതിവിശാലമായ ഒരു ലോകമുണ്ടെന്ന് മാർക്ക് മനസ്സിലാക്കുന്നത്. അകത്തേക്ക് കടന്ന ആ നിമിഷം മുതൽ മാർക്കിന്റെ ബോഡിയിലേക്ക് വൻതോതിൽ ഊർജ്ജം ഇങ്ങനെ വന്ന് ഇടിക്കുകയാണ്. ശരിക്കും ഇഷ്ടംപോലെ സെയിന്റ് എനർജി അവിടെ ഉണ്ട്. സെയിന്റ് എനർജി മാത്രമല്ല അവിടെ ഉള്ളതെന്നൊരു തോന്നലും മാർക്കിനുണ്ട്. സെയിന്റ് എനർജിയേക്കാൾ കുറെ കൂടി കപ്പാസിറ്റിയുള്ള ഒരു ഊർജ്ജ സാന്നിധ്യം മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് ശരിക്കും ചുറ്റും നോക്കുമ്പോൾ വിശാലമായ പുൽമേടുകളും അരുവികളും ഒക്കെയുള്ള ഒരു കൾട്ടിവേഷൻ മേഖലയിലേക്കാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. ധാരാളം ബിൽഡിങ്ങുകളും ട്രെയിനിങ് ഗ്രൗണ്ടുകളും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ആ ഗിൽഡിനകത്തുണ്ട്. അതോടൊപ്പം ശാന്തമായ ഒരു അന്തരീക്ഷമുണ്ട്. മാർക്ക് റൂബിയോട് പറഞ്ഞു, റൂബി, ഞാൻ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ നദിയുടെ തീരത്തേക്ക് നടന്നു. അവിടെ ചമ്രം പണിഞ്ഞിരുന്ന മാർക്ക് പതുക്കെ ബ്രീത്ത് ചെയ്തു തുടങ്ങി. മാർക്ക് ബ്രീത്ത് ചെയ്യുന്നത് മാർക്കിന്റെ അച്ഛൻ പഠിപ്പിച്ച ആ ടെക്നിക്ക് ഉപയോഗിച്ചാണ്. അങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ഊർജം അത് എന്ത് തന്നെയാണെങ്കിലും ഒഴുകി മാർക്കിനടുത്തേക്ക് വരും. അതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. സാധാരണ വായു വലിച്ചെടുക്കും പോലെ മാർക്കും വായു വലിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ഫോഴ്സ് അങ്ങ് കൂടും. സകല മേഖലയിൽ നിന്നും വായു മാർക്കിനടുത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ആ മേഖലയിലുള്ള എല്ലാ ഊർജവും മാർക്കിനടുത്തേക്ക് വരികയാണ്. അതൊരു ചുഴി പോലെ മാർക്കിന്റെ ഉള്ളിലേക്ക് കയറും. ഇവിടെയും ആ ചുഴി മാർക്കിന് ചുറ്റുമായി രൂപം കൊണ്ടു. ശരിക്കും ആ ചുഴിയിൽ സെയിന്റ് എനർജിയും ഹോളി എനർജിയൊക്കെ വരികയാണ്. മാർക്കിന്റെ ആ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 10-30 മിനിറ്റ് ആയപ്പോൾ ആ ഗിൽഡിനകത്തുള്ള ഒത്തിരിയേറെ ഊർജം മാർക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞു. മാർക്കിന്റെ അടുത്തേക്ക് എൻറ്റയർ സെയിന്റ് കിങ്ഡത്തിലെ ഊർജവും ഒഴുകി വരുമ്പോൾ ഒരു പ്രതീതി. ഈ കാഴ്ച വല്ലാത്തൊരു കൗതുകത്തോടെയാണ് റൂബി കണ്ടത്. അവളും ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇതുപോലൊരെണ്ണം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മാർക്കിന്റെ ഉള്ളിലേക്ക് ശരിക്കും ഒരു പ്രവാഹം പോലെ ആ ഊർജ്ജം കയറി പോവുകയാണ്. ആ കയറിപ്പോകുന്ന ഊർജ്ജത്തെ പിന്നെ കാണത്തുമില്ല. ശരിക്കും ഒരു വശത്തേക്ക് മാത്രം ഒഴുകുന്ന ഒരു നദി, ശരിക്കും ഒരു നദി ഒരു ഗുഹാമുഖത്തേക്ക് കയറി പോകും പോലെ ഊർജ്ജം മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് കയറി അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ആ ഊർജ്ജം മാർക്കിന്റെ ബോഡിയിൽ സകല സ്ഥലത്തും കയറുമ്പോൾ മാർക്കിന്റെ ഉള്ളിലെ ആ 3 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡവും അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മാർക്കിന്റെ ഉള്ളിലെ ആ 2ാം സെയിന്റ് കിങ്ഡത്തിന്റെ ഭാഗമായ
വെസലിനകത്തേക്ക് ഇഷ്ടംപോലെ സെയിന്റ് എനർജി മാർക്ക് ഫില്ല് ചെയ്ത് തുടങ്ങി. ഇഷ്ടംപോലെ വെസലുകൾ ആണല്ലോ ആര്യൻ നൽകിയ ആ ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡത്തിന്റെ പ്രത്യേകത. അതിലേക്ക് സെയിന്റ് എനർജി നിറയ്ക്കുമ്പോഴാണ് മാർക്കിനെ ഹോളി എനർജിയുടെ സാന്നിധ്യം ഫീൽ ചെയ്തത്. മാർക്കിപ്പോ ഡാവോ കോൺഷ്യസ്നസ് ലെവലിലാണ്. ഡാവോ കോൺഷ്യസ്നസ് ലെവലിൽ സെയിന്റ് എനർജിയുടെ അതിശക്തമായ ഫോം മാത്രമല്ല, ഡാവോ കോൺഷ്യസ് ലെവലിന് മുകളിലുള്ള ഹോളി കോൺഷ്യസ് ലെവലിലെ ഊർജവും വലിച്ചെടുക്കാൻ പറ്റുമെന്ന് അത് വലിച്ചെടുത്ത് തുടങ്ങിയപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. ആ ഊർജം അങ്ങനെ മാർക്കിന്റെ ഉള്ളിലേക്ക് നിറഞ്ഞതും മാർക്കിന്റെ മെറിഡിയൻ ടെക്നിക്കിൽ പതുക്കെ ആക്ടിവേറ്റ് ചെയ്തു. ഭൂമിയിലായിരുന്നപ്പോൾ മാർക്ക് പഠിച്ച ഹോളി റീജിയനിൽ മാർക്ക് പ്രാക്ടീസ് ചെയ്ത ആ മെറിഡിയൻ ടെക്നിക്കിൽ മാർക്ക് ആക്ടിവേറ്റ് ചെയ്തതും ആ എൻറ്റയർ ഊർജവും മാർക്കിന്റെ ബോഡിയിൽ തലങ്ങും വിലങ്ങും സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ ബോഡിയിൽ ആ ഊർജം എങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട് തുടങ്ങിയതോടുകൂടി മാർക്കിന്റെ ബോഡി പതുക്കെ പൊട്ടി തുടങ്ങി. മാർക്കിന്റെ ബോഡി പതുക്കെ ടെമ്പർ ചെയ്യപ്പെടുകയാണ്. ബോഡി പൊട്ടുന്നതിനനുസരിച്ച് മാർക്കിന്റെ ബോഡി പിന്നെയും പഴയതുപോലെ ആയി വരും. മാർക്ക് അനവധി തവണ തന്റെ ബോഡി നേരത്തെ ടെമ്പർ ചെയ്തിട്ടുണ്ട്. ആ ശൈലിയിൽ മാർക്കിന്റെ എൻറ്റയർ ബോഡിയും വിണ്ടുകീറുകയും വീണ്ടും പുനഃക്രമീകരിക്കപ്പെടുകയാണ്. റൂബി ശരിക്കും അവിശ്വസനീയതയോടെയാണ് ആ കാഴ്ച കാണുന്നത്. അവൾ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മാർക്കിന്റെ ബോഡിയിൽ പതുക്കെ ആ എല്ലാ തൊലിയും അങ്ങ് പോയി. മാർക്കിന്റെ ബോഡി ഒരു എല്ലുംകൂടമായി മാറുകയാണ്. ആ എല്ലുംകൂടം പൊട്ടുന്നതും അവിടെ കണ്ടു. മാർക്ക് അപ്പോഴും നിർത്തുന്നില്ല. മാർക്ക് ആ ബ്രീത്തിങ് എക്സസൈസിൽ വഴി സ്വരൂപിച്ച ആ ഊർജ്ജത്തെ മുഴുവൻ മെറിഡിയൻ ടെക്നിക്കുകൾ വഴി മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലേക്കും അങ്ങനെ സംക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നാണ് മാർക്കിന്റെ നട്ടലിൽ ഒരു പൊട്ടലുണ്ടാകുന്നത്. മാർക്കിന്റെ നട്ടല് പൊട്ടുമ്പോൾ അതൊരു കണ്ണം ചിക്കുന്ന പ്രകാശം ഉണ്ടാക്കി. ആ പ്രകാശം മാർക്കിനെ ഏതാണ്ട് പൂർണ്ണമായും വിഴുങ്ങിയെന്ന് പറയാം. ഒരു പ്രകാശ ഗോപുരത്തിനകത്ത് മാർക്ക് ജ്വലിക്കുന്നത് പോലെ റൂബിക്ക് തോന്നി. അടുത്ത പക്ഷത്തിൽ അവൾ ആ കാഴ്ച കണ്ടു. മാർക്കിന്റെ നട്ടല് പതുക്കെ തിളങ്ങുന്ന കാഴ്ച. മാർക്കിന്റെ ബോഡിയിൽ ഹോളി റീജിയനിൽ വെച്ച് മാർക്ക് സ്വന്തമാക്കിയ ആ ഗ്ലേസിംഗ് നട്ടല് ഇതാ മാർക്കിന് വീണ്ടും ഉണ്ടായി വരികയാണ്. ഈ സെയിന്റ് കിങ്ഡത്തിൽ വന്നതിന് ശേഷം ആ എല്ലാ സംവിധാനങ്ങളും മാർക്കിന് നഷ്ടമായതാണ്. ആ ഗ്ലേസിംഗ് നട്ടല് മാർക്കിന് ഉണ്ടായപ്പോൾ പതുക്കെ മാർക്കിന്റെ എൻറ്റയർ അസ്ഥികൂടത്തിലേക്കും ആ ഗ്ലേസിംഗ് എല്ലുകൾ ഉണ്ടായി തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ആ ഗ്ലേസ്ഡ് ബോണുകളായി മാറി. ഗ്ലേസ്ഡ് ബോണുകൾ മാർക്കിന്റെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞതും മാർക്കിന്റെ ബോഡിയിലേക്ക് പതുക്കെ വീണ്ടും ആ മാംസവും തൊലിയും രക്തവും ഒക്കെ അങ്ങനെ പതുക്കെ വന്നു തുടങ്ങി. ഏകദേശം ഒരു 4-5 മണിക്കൂറത്തെ മാർക്കിന്റെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ മാർക്ക് പോലും അന്തം വിട്ടു പോവുകയാണ്. മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ശക്തമായിരിക്കുകയാണ്. ഹോളി ബോണുകളുള്ള ഗ്ലേസിംഗ് ബോണുകളുള്ള അതിശക്തനായ ഒരു യോദ്ധാവായി താൻ മാറിയിരിക്കുന്നു. അങ്ങനെ മാർക്കിന് തോന്നിയതും റൂബി മാർക്കിനടുത്തേക്ക് വന്നു. മാർക്ക്, ശരിക്കും നീ എന്നെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. മാർക്ക്, നീ ശരിക്കും ആരാണ്? ആ ചോദ്യത്തിന് മാർക്ക് ഇപ്പോൾ എന്ത് ഉത്തരമാണ് പറയേണ്ടത്? അതാണ് മാർക്കിന്റെ മനസ്സിലെ സംശയം. മാർക്ക് റൂബിയോട് പറഞ്ഞു, റൂബി, ഞാൻ എന്തായാലും ഈ നാട്ടുകാരനല്ല, ഞാനൊരു ഔട്ട്സൈഡറാണ്. വളരെ യാദൃശ്യവശാൽ ഞാൻ ഇവിടെ എത്തപ്പെട്ടതാണ്. മാർക്ക്, നിന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ മാർക്ക്, നിന്നെപ്പോലെ നീയേ ഉള്ളൂ. അങ്ങനെ റൂബിയോട് മാർക്ക് സംസാരിക്കുമ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസിലുള്ള ആ കത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അവളോട് സംസാരിച്ച് നിൽക്കാതെ മൈനിങ് മേഖലയിലേക്ക് നടക്കും. മൈനിങ് മേഖലയിലേക്കോ? അതെ മാർക്ക്, നീ ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയാൽ മൈനുകളുടെ മേഖല എത്തും. അവിടെ ഇഷ്ടംപോലെ ഓറുണ്ടാവും, ശരിക്കും എനർജിയുള്ള ഓർ. അത് കേട്ടതും മാർക്ക് ഫെല്ലർ തന്റെ മുന്നിൽ നിൽക്കുന്ന റൂബിയോട് ചോദിച്ചു, റൂബി, ഇവിടെ മൈനിങ് നടക്കുന്നത് എവിടെയാണ്? മാർക്ക്, ഇവിടുന്ന് കിഴക്കോട്ട് പോയാൽ മൈനുകളുടെ മേഖലയാണ്. ശരിക്കും ഒരുപാട് മൈനിങ് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ഒരുപാട് ഓറുകളുണ്ട്. ആ ഓറുകളൊക്കെ ഞങ്ങൾ ഗിൽഡുകാര് സ്വന്തമാക്കാറുണ്ട്. എന്തിനാണ് ഗിൽഡുകാർ സ്വന്തമാക്കുന്നത്? മാർക്ക്, അത് ശരിക്കും പ്രഷ്യസ് ആണ്. ഇഷ്ടംപോലെ എനർജി ആ ഓറുകളിലുണ്ട്. അതുപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കാം, അതുപയോഗിച്ച് മെഡിസിൻ ഉണ്ടാക്കാം. അതൊക്കെയാണ് നമ്മുടെ ഗിൽഡിന്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷെ മാർക്ക്, ഞങ്ങൾ മാത്രമല്ല അവിടെ ഈ മൈനിങ് നടത്തുന്നത്. പാത്ത് ഓഫ് ഹെവൻ അക്കാഡമി എന്നൊരു അസോസിയേഷൻ ഉണ്ട്, അവരും അവിടെ ഉണ്ട്. വേറെയും ആളുകളുണ്ട്. അവരെല്ലാവരും അവരവരുടേതായ മൈനുകളിലാണ് മൈനിങ് നടത്തുന്നത്. അത് പക്ഷേ ശരിക്കും അപകടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണ്. അപകടം പിടിച്ച സ്ഥലം. അതേ മാർക്ക്, ഈ മൈനിങ് നടക്കുന്നത് വളരെ ഉള്ളിലാണല്ലോ. ഒരുപാട് താഴേക്ക് തറയിൽ നിന്ന് കുഴിച്ചിറങ്ങി തുരങ്കങ്ങൾ ഉണ്ടാക്കി ആ തുരങ്കത്തിലൂടെ ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ടാണ് മൈൻ ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന ആളുകൾ പലരും അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ് പതിവ്. മൈൻ ഇടിഞ്ഞു വീണും ശ്വാസം മുട്ടിയും മറ്റ് ആളുകളുടെ ആക്രമണത്തിലൊക്കെ കൊല്ലപ്പെടും. മറ്റാളുകളുടെ ആക്രമണത്തിലോ? മാർക്ക്, ഈ ഓറ് ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഓറ് മോഷ്ടിക്കാനായി എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ എത്തും. അതുകൊണ്ട് ശരിക്കും അവിടെ വലിയ സുരക്ഷാ സംവിധാനമൊക്കെ അതായത് ഗിൽഡുകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ മാർക്ക് അങ്ങനെ ചോദിച്ചത്?
റൂബി, ഞാൻ അവിടെ വരെ ഒന്ന് പോകാൻ ആലോചിക്കുകയാണ്. മാർക്ക്, അത് ശരിക്കും അപകടമുള്ള സ്ഥലമാണ്. ഓക്കെ, അതെന്തും ആവട്ടെ, ഞാൻ എന്തായാലും അതുവരെ പോകുന്നു. എനിക്ക് അവിടെ പോകാനുള്ള ഒരു റൂട്ട് മാപ്പ് കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും റൂബി അവളുടെ കൈവശമുള്ള ഒരു മാപ്പ് മാർക്കിനെ കൊടുത്തു. ആ മാപ്പ് മാർക്ക് പരിശോധിക്കുമ്പോഴാണ് ശരിക്കും അതൊരു ഡീറ്റെയിൽ മാപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. ആ എൻ്റയർ സെയിന്റ് കിങ്ഡത്തിന്റെയും വളരെ വിശദമായ ഒരു മാപ്പാണ് ശരിക്കും റൂബിയുടെ കൈവശം ഉണ്ടായിരുന്നത്. അതിന് ഒരുപാട് പണം അവൾ മുടക്കിയിട്ടുണ്ടാവാൻ സർവ്വ സാധ്യതയുണ്ട്. റൂബിയോട് നന്ദി പറഞ്ഞ് ആ മാപ്പുമായി മാർക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ മാർക്കിനെ യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആകാശത്തൂടെ പറന്ന് നടക്കുകയും ചെയ്യും. മാർക്കിന്റെ ബോഡിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് മാർക്കിന് തോന്നിയപ്പോൾ ആ ഗിൽഡിന്റെ മേഖല കഴിഞ്ഞതും മാർക്ക് പതുക്കെ തന്റെ ബോഡി ആകാശത്തേക്ക് ഉയർത്തി. വളരെ കൂളായി ആ ബോഡി ഉയർന്നു വരുന്നുണ്ട്. മാർക്ക് അത് നേരത്തെ ഹോളിവുഡിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് മാർക്കിന് ഇപ്പോൾ അത് വീണ്ടും ചെയ്യാൻ പറ്റുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. മാർക്ക് ആ വനത്തിന് മുകളിലൂടെ ആ മാപ്പ് സൂചിപ്പിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. മാർക്ക് ആ വനത്തിനകത്തൂടെ അതിവേഗം മുന്നോട്ട് നീങ്ങിയാണ്. മാർക്കിന് ഇപ്പോൾ പറന്നു പോകാൻ പറ്റുന്നതുകൊണ്ട് വേഗതയ്ക്ക് ഒരു കുറവുമില്ലല്ലോ. അധികം ബുദ്ധിമുട്ടില്ലാതെ മാർക്ക് ആ മൈനിങ് നടക്കുന്ന മേഖലയിലെത്തി. ദൂരെ നിന്നേ ആ മൈനിങ്ങിന്റെ ഒരു മേഖല അറിയാൻ പറ്റും. മാർക്ക് ആ മൈനിങ് മേഖലയുടെ മുന്നിലെത്തുമ്പോൾ അവിടെ ഒത്തിരിയേറെ പടിക്കെട്ടുകൾ കണ്ടു. ഒരു മലയുടെ മുകളിലേക്ക് പടികൾ കെട്ടിയിരിക്കുകയാണ്. ആ പടികളുടെ ഇരുഭാഗത്തുമായി സെക്യൂരിറ്റിക്കാരുടെ ഒരു വിങ്ങുണ്ട്. മാർക്ക് ആ പടിക്കെട്ട് നേരെ നടന്നു വരുമ്പോൾ ഒന്ന് രണ്ട് ആളുകൾ മാർക്കിനെ തടുത്തു. ആരാ, എന്താ? ആ ചോദ്യത്തിന് മാർക്ക് യുക്തിഭദ്രമായ ഒരു മറുപടിയാണല്ലോ പറയേണ്ടത്. മാർക്ക് അവരോട് പറഞ്ഞു, ഞാനേ ഈ മൈനിങ് സ്ഥലം ഒന്ന് കാണാൻ വന്നതാണ്. മൈനിങ് സ്ഥലം കാണാനോ? അതിന് നിങ്ങൾക്ക് അനുവാദമുണ്ടോ? അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞിട്ട് അവരെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നതും അവര് മാർക്കിനെ ഒന്ന് തടുത്തു. മാർക്കിനെ തടുത്തപ്പോൾ മാർക്ക് വെറുതെ കൈയൊന്ന് നീക്കിയതേ ഉള്ളൂ. ആ രണ്ട് കക്ഷികളും പെട്ടെന്ന് ഒത്തിരി ദൂരേക്ക് തെറിച്ചു. അവരെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും മാർക്കിന് ഇല്ലാത്തത് കൊണ്ടാണ് മാർക്ക് വളരെ കൂളായി കൈയെന്ന് അനക്കിയത്. പക്ഷെ ഈ കാഴ്ച വേറെ ചില ആളുകളൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ കാണുന്നുണ്ട്. ആ കാഴ്ച കണ്ട ലേശം പ്രത്യേകതയുള്ള ഒരു സ്ത്രീ അവളുടെ അടുത്ത് നിൽക്കുന്ന ആളെ ഒന്ന് നോക്കി. ശരിക്കും അതൊരു ആളല്ല, അത് ഒരു പാമ്പാണ്, ഒരു കൂറ്റൻ പാമ്പ്, അല്ലെങ്കിൽ ഒരു കൂറ്റൻ പാമ്പിന്റെ വേഷം ധരിച്ച ഒരു കഥാപാത്രം എന്ന് പറയാം. എന്തായാലും ആ ആളെ കണ്ടാൽ പാമ്പാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ ശൈലിയിലാണ് അയാളുടെ വേഷവിധാനം. തന്റെ അടുത്ത് നിൽക്കുന്ന ആളിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ആ വ്യക്തി മുന്നോട്ട് ഒന്ന് കുതിച്ചു. മുന്നോട്ട് കുതിക്കുന്ന ആ പാമ്പിന്റെ വേഷം ധരിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ കാലുകൾ തറയിൽ സ്പർശിക്കുന്നുണ്ട്. അതേ സമയത്ത് ആ പാമ്പിന്റെ വാല് തറയിലൂടെ ഇഴഞ്ഞു വരികയുമാണ്. ശരിക്കും കൗതുകത്തോടെയാണ് മാർക്ക് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ പാമ്പ് മനുഷ്യനെ നോക്കിക്കണ്ടത്. തറയിൽ കൂടി ഓടി വരുന്ന ഒരു പാമ്പ്, അങ്ങനെ ഒരു പാമ്പിനെ മാർക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൗതുകത്തോടെ മാർക്ക് നോക്കുമ്പോൾ ആ പാമ്പിന്റെ ഇരു കൈകളും വിടർന്നു വരികയാണ്. ആ രണ്ട് കൈയിലായി രണ്ട് വാളുണ്ട്. ആ വാളുകൾ ചൂണ്ടിക്കൊണ്ട് പാമ്പിന്റെ ആ ഉടൽ രൂപമുള്ള ആ മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, നീ ആരോട് ചോദിച്ചിട്ടാ അകത്തേക്ക് വരുന്നത്? മാർക്ക് ആ ചോദ്യം കേട്ടപ്പോൾ ആ രൂപത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മറുപടി പറയാതെ ആ മൈനിന്റെ ഗുഹാമുഖത്തേക്ക് നടന്നു. മാർക്ക് ആ ഗുഹാമുഖത്തേക്ക് നടക്കുന്ന കണ്ടതും ആ രൂപം ഓടി വന്ന് മാർക്കിനെ തടുത്തു എന്ന് മാത്രമല്ല മാർക്കിന് നേരെ ആഞ്ഞു വെട്ടുകയും ചെയ്തു. അങ്ങനെ വെട്ടേണ്ടിയിരുന്നില്ല എന്ന് അവന് തീരുമാനിക്കാൻ പറ്റും മുമ്പ് അവൻ തെറിച്ചിരുന്നു. ശരിക്കും മാർക്ക് അവന്റെ ആ വാളിലേക്ക് ഒന്ന് ഇടിച്ചപ്പോൾ ആ ഫോഴ്സിൽ ആ വാളും അവനും എല്ലാം കൂടി ദൂരേക്ക് തെറിച്ചതാണ്. ഈ കാഴ്ച നേരത്തെ അവനോട് മാർക്കിന്റെ അടുത്തേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുത്ത ആ സ്ത്രീ കണ്ടു. ആ സ്ത്രീയുടെ മുഖത്തിന്റെ ഒരു ഭാഗം ഏതാണ്ട് കരിവാളിച്ചിട്ടുണ്ട്. മറുഭാഗം കണ്ടാൽ ആള് സുന്ദരിയാണെന്ന് മനസ്സിലാവും. അവള് മാർക്കിനെ ഒന്ന് തറപ്പിച്ച് നോക്കിയതല്ലാതെ മാർക്കിനെ തടുക്കാനൊന്നും ശ്രമിച്ചില്ല. മാർക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്ന മാർക്ക് ഫെല്ലർ മുന്നോട്ട് നീങ്ങുന്തോറും അകത്ത് ഒരു പ്രഷർ അനുഭവപ്പെടുന്ന പോലെ മാർക്കിന് തോന്നുന്നുണ്ട്. മണ്ണിനുള്ളിലാകുമ്പോൾ നമുക്ക് സാധാരണ ഇതിൽ അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെ ഒരു തോന്നലായിരിക്കും തനിക്ക് ഉണ്ടായെന്ന് കരുതി മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ മാർക്കിന്റെ മുന്നിലായി ഏകദേശം ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ വഴി 4ആയി തിരിഞ്ഞു. മാർക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ ഇടതുവശത്തെ വഴിയിലൂടെ നടന്നു തുടങ്ങി. അങ്ങനെ നടന്നു വന്നപ്പോൾ പിന്നെയും വഴികൾ ഉണ്ടാവുകയാണ്. മാർക്ക് അങ്ങനെ കാണുന്ന സമയത്തൊക്കെ ഇടതുഭാഗത്തെ വഴികൾ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു രീതി തീരുമാനിച്ചു. പക്ഷേ മുന്നോട്ട് പോകുന്തോറും മാർക്കിന് പല ഭാഗത്തും ശരിക്കും ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. ആ സംശയത്തിന്റെ ഒരു കാരണം തന്നെ ആരോ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷെ ആരോ തന്നെ ഫോളോ ചെയ്യുന്നു എന്നൊരു തോന്നൽ മാർക്കിന്റെ ഉള്ളിലുണ്ട്. മാർക്ക് ഉടൻ തന്നെ ആ
മാനിഫെസ്റ്റേഷൻ കണ്ണ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് അരിച്ചു പറക്കിയെങ്കിലും ആ ഭാഗത്തൊന്നും മാർക്കൊന്നും കണ്ടില്ല. മാർക്ക് പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ മാർക്ക് എത്തിച്ചേർന്നത് നേരത്തെ കണ്ടതുപോലെ അനവധി ഭാഗങ്ങളിലേക്ക് തിരിയുന്ന കുറേയേറെ വഴികളാണ്. അവിടെ വേറെയും ആളുകളുണ്ട്. നേരത്തെ അവിടെ എത്തിയതോ അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ അവിടെ എത്തിയതോ ആയ ആളുകളാണ് അവിടെ ഉള്ളത്. മാർക്ക് ആ ആളുകളെ കണ്ടതും മാർക്കിനടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക് ഫിൽഡർ അല്ലേ? അതെ, മാർക്ക് ഫിൽഡറാണ്. മാർക്ക്, ഞാൻ റൂബിയുടെ ബ്രദറാണ്. റൂബിയെ മാർക്കിനെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ റൂബിയുടെ ബ്രദറാണെന്ന് പറഞ്ഞപ്പോൾ മാർക്കിനൊരു കൗതുകം. അയാൾ മാർക്കിനെ റൂബിയുടെ മോതിരം എടുത്ത് കാണിച്ചു. ആ മോതിരം കണ്ടതും മാർക്ക് ചോദിച്ചു, അല്ല റൂബിക്ക് എന്ത് പറ്റി? മാർക്ക്, റൂബി ചെന്നിന്റെ സഹോദരനുമായിട്ട് ഒന്ന് ഇടഞ്ഞു. ചെന്നിനെ മാർക്കിന് അറിയാം. ചെന്നിന്റെ തല ചിതറിപ്പിച്ചത് മാർക്കാണല്ലോ. ചെന്നിന്റെ സഹോദരനുമായിട്ട് റൂബി ഇടഞ്ഞിരിക്കുകയാണ്. ഇപ്പോ റൂബിയുടെ മോതിരം റൂബിയുടെ സഹോദരന്റെ കയ്യിലുമുണ്ട്. ആ രണ്ട് ഉത്തരങ്ങളും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണല്ലോ എന്ന് മാർക്ക് ആലോചിക്കുമ്പോൾ അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇപ്പം സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ വലതു ഭാഗത്തുള്ള വഴിയിലൂടെ നീങ്ങി. മാർക്ക് ഇടതു ഭാഗത്തുള്ള വഴിയിലൂടെ മുന്നോട്ട് യാത്ര തിരിക്കുന്ന മാർക്ക് എത്ര ദൂരം നടന്നു എന്ന് മാർക്കിന് അറിയില്ല. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ആ സിസ്റ്റം ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കി. തറയിലേക്ക് ആഞ്ഞു ചവിട്ടിയാൽ വേഗത കൂടുന്ന ആ സിസ്റ്റം അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് മാർക്കിന്റെ വേഗതയും കൂടി. ആ ലിങ്ക് ബോ എന്ന് പറയുന്ന പരിപാടി കൊള്ളാമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മാർക്ക് അതിവേഗം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്തോറും മാർക്കിന് അനുഭവപ്പെടുന്ന പ്രഷർ കൂടി വരികയാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂറെങ്കിലും മാർക്ക് യാത്ര ചെയ്ത് കാണും. ആ സമയത്ത് മാർക്കിന്റെ തൊട്ടു മുന്നിലേക്ക് പെട്ടെന്നാണ് ഒരു ചിലന്തി പ്രത്യക്ഷപ്പെടുന്നത്. ഒരു കൂറ്റൻ ചിലന്തി. ആ ചിലന്തി മാർക്കിനെ ആക്രമിക്കുന്നതിന് മുന്നേ മാർക്ക് അതിനെ അവസാനിപ്പിച്ചു കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് മാർക്ക് ഒരു കാഴ്ച കാണുന്നത്. രസമുള്ള 2 ഗ്ലൗസുകൾ മാർക്ക് കണ്ടു. നല്ല രസമുള്ള ഗ്ലൗസ് ആണല്ലോ എന്ന് തോന്നിയതും മാർക്ക് ആ ഗ്ലൗസ് എടുത്തണിഞ്ഞു. ആ ഗ്ലൗസ് എടുത്തണിഞ്ഞപ്പോൾ മാർക്കിന് സിനിമയിലൊക്കെ കാണുന്ന സ്പൈഡർമാനെ ഓർമ്മ വന്നപ്പോൾ വെറുതെ മാർക്ക് കൈയൊന്ന് അനക്കിയതും മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ഗ്ലൗവിൽ നിന്ന് ഒരു നൂല് ചുവരിൽ വന്ന് ഇടിച്ചു. മാർക്ക് ആ നൂല് ചുവരിൽ ഇടിച്ചതും വെറുതെ ഒന്ന് വലിച്ചതും മാർക്ക് ആ ചുവരിനടുത്തേക്ക് വരികയാണ്. അത് കണ്ടതും മാർക്ക് വലത് കൈ ഒന്ന് നീട്ടിയതും മറുഭാഗത്ത് ചുവരിലേക്ക് ആ കയ്യിൽ നിന്ന് ഒരു വള്ളി വന്ന് ഇടിക്കുകയാണ്. ശരിക്കും സ്പൈഡർമാൻ സിനിമയിൽ കാണുന്ന പോലെ ചിലന്തി വലകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. അത് മാർക്കിനെ തെല്ലെന്നുമല്ല സന്തോഷിപ്പിച്ചത്. പിന്നീട് മാർക്കിന്റെ ആ യാത്ര രസമുള്ള ഒരു യാത്രയാണ്. ഇരുഭാഗത്തേക്ക് ആടി ഉലഞ്ഞ് മാർക്ക് എങ്ങനെ പോവുകയാണ്. ശരിക്കും ഒരു ഉല്ലാസഭരിതമായിട്ടുള്ള മാർക്കിന്റെ ആ യാത്ര അങ്ങനെ നടക്കുമ്പോഴും മാർക്കിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്. തന്നെ ആരോ ഫോളോ ചെയ്യുന്നു എന്നുള്ള തോന്നൽ. എന്തായാലും ആ ആളെ കാണാൻ പറ്റാത്തത് കൊണ്ട് മാർക്ക് അവസാനം ആ വിഷയം വിട്ടു. കുറെ നേരം യാത്ര ചെയ്തപ്പോൾ മാർക്ക് പതുക്കെ ശബ്ദം കേട്ടു തുടങ്ങി. ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം. അതിവേഗം മാർക്ക് ആ ശബ്ദം കേട്ട ഭാഗത്തെത്തുമ്പോൾ അവിടെ ഒരു രംഗം മാർക്കിന്റെ മുന്നിൽ റിവീൽ ആവുകയാണ്. അവിടെ ഒരു വലിയ മുറിയിൽ മേൽഭാഗത്തായി ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടേക്കാണ്. അവളുടെ ദേഹത്ത് വസ്ത്രങ്ങളേ ഇല്ല. താഴെ ഒരു കൊച്ചു പയ്യൻസ് ഉണ്ട്. അവന്റെ കണ്ണുകൾ ചൂടുതെടുത്തിരിക്കുകയാണ്. അതിനപ്പുറത്ത് അതുപോലെ 1-2 ഡെഡ് ബോഡികൾ കിടപ്പുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായിക്കൊണ്ട് 3-4 ആളുകളുണ്ട്. അവര് ആ ഡെഡ് ബോഡികളിൽ നിന്ന് അറുത്തെടുത്ത മാംസമാണ് കഴിക്കുന്നതെന്ന് ഒറ്റ വ്യക്തമാണ്. മാർക്ക് ആ മുറിയിലേക്ക് കടന്നതും അവരിൽ ഒരാള് മാർക്കിനെ കണ്ടു. അത് ഒരു ലേഡിയാണ്. ആ ലേഡി ഉറക്കെ കൂടുള്ളവരോട് പറഞ്ഞു, ഹാ, ഒരു സുന്ദരൻ എത്തിയല്ലോ, ഇനി എനിക്ക് ഇവൻ മതി. അത് കേട്ടതും ആ കൂടുള്ള ആളുകൾ പറഞ്ഞു, ഏയ് നീ ഇതെന്താ വേറെ ആളെ കിട്ടിയപ്പോൾ ഞങ്ങളെ ഒഴിവാക്കുകയാണ്? ഏയ് നിങ്ങൾ ഞാൻ ഒഴിവാക്കിയൊന്നുമല്ല, പുതിയ ആളെ കാണുമ്പോൾ ഒരു താല്പര്യം എന്തായാലും തോന്നുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എണീറ്റതും മാർക്ക് ആ മുറിയിലേക്ക് കടന്നു ഏതാണ്ട് ഒരേ നിമിഷത്തിലാണ്. മുറിയിലേക്ക് കടന്ന മാർക്ക് ഫെല്ലർ കൂടുതലൊന്നും ആലോചിക്കാതെ കൈയൊന്ന് ഉയർത്തിയതും മുകളിലുള്ള ആ പെൺകുട്ടിയുടെ ബോഡിയിൽ മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ റിബണുകൾ പതിക്കുകയാണ്. മാർക്ക് ആ റിബൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ വള്ളി ഉപയോഗിച്ച് ആ സ്ത്രീയെ ഒറ്റ വലിക്ക് താഴെ ഇട്ടു. ആ സ്ത്രീ താഴേക്ക് വീണതും അവള് ഒന്ന് ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ ഒന്ന് കുതിച്ചത് നേരത്തെ മാർക്കിനോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ നേരെയാണ്. ശരിക്കും ആ മേൽക്കൂര ഉണ്ടായിരുന്ന സ്ത്രീ താഴേക്ക് വീഴുന്നതും മുന്നോട്ട് കുതിക്കുന്നതൊന്നും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണെന്ന് ആ സ്ത്രീ മുന്നോട്ട് കുതിക്കുന്ന കണ്ട നിമിഷത്തിൽ അവരുടെ മുഖഭാവത്തിലുണ്ടായ മാറ്റത്തിതാണ് മാർക്ക് മനസ്സിലാകുന്നത്. മാർക്ക് അവിടെ നിന്ന് ആ കൊച്ചു പയ്യനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അവനെ കണ്ണ് കാണില്ലല്ലോ. മാർക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ ആ മുറിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ത്രീയും അതുപോലെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളും ചിന്ന ഭിന്നമായി കിടക്കുകയാണ്. അവരെ
ആ മുകളിലുണ്ടായിരുന്ന സ്ത്രീ കൊന്ന് കൊലവിളിച്ചിരിക്കുകയാണ്. അതേസമയത്ത് ആ സ്ത്രീ മരിച്ചിട്ടുണ്ട്. അവർ സ്വയം മരിച്ചതാണ്. പക്ഷെ അവർ മരിച്ചിട്ടില്ല. മാർക്കിനെ കാണാൻ വേണ്ടി അവർ പിടിച്ചു നിൽക്കുകയാണെന്ന് വ്യക്തം. മാർക്കിനെ കണ്ടതും ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, അവനെ നോക്കിക്കൊള്ളണേ. അങ്ങനെ പറഞ്ഞതും അവരുടെ കണ്ണുകൾ അടഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും അവർ മാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ആ സ്ത്രീ അനുഭവിച്ച സകല ദുരന്തങ്ങൾക്കും അവരവസാനം പരിഹാരം ചെയ്തിരിക്കുകയാണ്. അവരെ കൊല്ല ചെയ്ത ആ 4 സംഘത്തെ കൊന്നതിന് ശേഷമാണ് അവർ ജീവൻ വെടിഞ്ഞിരിക്കുന്നത്. മാർക്ക് ആ കണ്ണു കാണാത്ത പൈറ്റ്സ് എടുത്ത് തോളിലിട്ടുകൊണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ മാർക്കിന്റെ കയ്യിൽ ആ ഗ്ലൗസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്ര മാർക്കിനെ കുറിച്ച് എളുപ്പമായി. മുന്നോട്ട് പോകുന്നതിനിടയിൽ പലപ്പോഴും മാർക്കിന് എതിരാളികളെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായി. ആ എതിരാളികളെ നിഷ്പ്രയാസം കൊന്നൊടുക്കാൻ മാർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ മറ്റൊരു ബുദ്ധിമുട്ട് മാർക്കിന് അനുഭവപ്പെടുകയാണ്. മാർക്കിന് അനുഭവപ്പെടുന്ന പ്രഷറിന്റെ അളവ് കൂടിക്കൂടി വരികയാണ്. ശരിക്കും ഒരു വല്ലാത്ത വിമിഷ്ടം മാർക്കിന് വരുന്നുണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂറുടെ കഴിഞ്ഞതും മാർക്ക് വീണ്ടും ഒരു തുറസായ സ്ഥലത്തെത്തി. അനവധി ഗുഹാമുഖങ്ങളുള്ള ഒരു സ്ഥലത്താണ് മാർക്ക് എത്തിയത്. മാർക്ക് അവിടെ എത്തുമ്പോൾ റൂബിയുടെ സഹോദരനും അവിടെ എത്തിയിട്ടുണ്ട്. മാർക്കിനെ കണ്ടപ്പോൾ അയക്ക് വലിയ അതിശയം. മാർക്ക്, നീ എങ്ങനെ ഇവിടെ എത്തിയത്? അതെന്താ, എനിക്കിവിടെ വരാൻ പറ്റില്ലേ? അതല്ല മാർക്ക്, നീ വരുന്ന വഴിക്ക് 10,000-കണക്കിന് ആളുകളുണ്ടായിരുന്നു. 10,000-കണക്കിനോ? ഞാനൊരു 10-20 ആളുകളെ കണ്ടു കാണും. അവരെയൊക്കെ ഞാൻ അവസാനിപ്പിച്ചത്. അവരൊക്കെ എന്നെ എതിരിട്ടപ്പോൾ ഞാൻ അവരെങ്ങ് അവസാനിപ്പിച്ചു. 20 പേരോ? മാർക്ക്, നീ എന്താ പറയുന്നത്? 10,000-ന് മുകളിൽ ആളുണ്ടായിരുന്നു. ഏയ്, ഞാൻ അവരെയൊന്നും കണ്ടില്ല. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോഴേക്കും മറ്റൊരു ചെറുപ്പക്കാരൻ കൂടി ഓടിയെത്തി. അയാളും റിപ്പോർട്ട് ചെയ്തത് സമാന സ്വഭാവത്തിലൊരു കാര്യമാണ്. അയാൾ പോയിരുന്ന മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളെയും കാണാനില്ല. റൂബിയുടെ ബ്രദർ റോബിൻ ആ സമയത്ത് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊരു വല്ലാത്ത പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. മാർക്കിന് അനുഭവപ്പെടുന്ന അതേ പ്രഷർ ആ റോബിനും അനുഭവപ്പെടുന്നത് വ്യക്തം. അവരോട് സംസാരിച്ചുന്ന ആ ചെറുപ്പക്കാരനും അത് പറഞ്ഞു. അവന് ഒരു പ്രഷർ അനുഭവപ്പെടുകയാണ്. അത് കഥയുടെ ഒരു ഭാഗമാണ്. മറുഭാഗത്ത് ഈ മൈനുകളിൽ ഉണ്ടായിരുന്ന ഏകദേശം 30,000-ഓളം ആളുകളെ കാണാനില്ല എന്നുള്ള കാര്യമാണ്. മാർക്ക് വന്നത് ഇടതുവശത്തെ മൈനുകളിലൂടെയാണ്. നടുക്കുള്ള മൈനുകളിലൂടെയാണ് റോബിൻ വന്നത്. വലതു ഭാഗത്തുള്ള മൈനുകളിലൂടെയാണ് ആ ചെറുപ്പക്കാരൻ വന്നത്. ആ 3 ഭാഗത്തായിട്ട് 30,000-ഓളം വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ആ ഓറ് അരിച്ചെടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരെ ആരെയും ഇപ്പൊ കാണാനില്ല. അവരാരും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ആ മൈനുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും അവരെ കാണാനുമില്ല. അതാണ് റോബിനെ വലത് അലട്ടുന്ന കാര്യം. പെട്ടെന്ന് റോബിനൊപ്പമുള്ള ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഹയർ അപ്സിനൊക്കെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് റോബിനോട് പറഞ്ഞു, റോബിൻ, ഞാൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ മാർക്കിനൊപ്പമുള്ള ആ കൊച്ചു പയ്യൻസിനെ റോബിൻ കണ്ടു. മാർക്ക്, ഇതാരാ? റോബിൻ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ എന്നെ ആക്രമിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അവന് കണ്ണ് കണ്ടുകൂടാ, അതുകൊണ്ട് ഞാൻ അവനെ കൂടെ കൂട്ടിയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ റോബിൻ മാർക്കിനെ പിടിച്ചു നിർത്തി. മാർക്ക്, ഒന്ന് നിന്നേ. എന്താ റോബിൻ? മാർക്ക്, നിന്റെ ഈ പുറകിൽ എന്താണ്? പുറകിലോ? അറിയില്ല റോബിൻ. മാർക്ക്, നിന്റെ പുറകിൽ ഒരു രൂപമുണ്ട്. അങ്ങനെ റോബിൻ പറഞ്ഞതും മാർക്കിന്റെ ബോഡിയിലെ ആ ഡിവൈൻ എനർജി ഒന്ന് റിലീസ് ചെയ്തു. മാർക്കിന്റെ ഡിവൈൻ സെൻസുമായി ബന്ധിപ്പിച്ചുള്ള സെയിന്റ് എനർജി മാർക്ക് റിലീസ് ചെയ്ത് ശരിക്കും ആ രൂപത്തെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ റോബിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് തോന്നുന്നില്ല അത് പോകുമെന്ന്. മാർക്ക്, നിന്റെ ബോഡിയുമായി അത് ചേർന്നിരിക്കുകയാണ്. മാർക്കിനെ ആരോ ഫോളോ ചെയ്യുന്നു മാർക്കിന് തോന്നലുണ്ടായിരുന്നു. അത് മാർക്കിന്റെ പുറകിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ രൂപമാണെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ റോബിൻ പറഞ്ഞത്. റോബിനും മാർക്കും കൂടി പഠിച്ച പണി 18 നോക്കിയിട്ടും മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ആ രൂപം മാറുന്നേയില്ല. ഉടൻ തന്നെ മാർക്ക് ആ മാനിഫെസ്റ്റേഷൻ ഗേസ് ആക്ടിവേറ്റ് ചെയ്ത് അതിനെ ഒന്ന് അറിയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. ഈ സംഭവവികാസങ്ങൾ നടക്കുമ്പോഴേക്കും പുറത്ത് ആളുകൾ എത്തുന്ന ശബ്ദം റോബിൻ കേട്ടു. റോബിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ മാറിക്കോ. അത് കേട്ടതും മാർക്ക് ആ കൊച്ചു പയ്യനുമായി ഇടതുവശത്തെ മൈനിലേക്കുള്ള ആ ഗുഹയിലൂടെ കടന്നു. മാർക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റോബിൻ അടുത്തേക്ക് അനവധി ആളുകൾ എത്തി. വന്ന ആളുകളോട് റോബിൻ നടന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. മാർക്കിനെ കുറിച്ച് അവനൊന്നും പറഞ്ഞില്ല. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും വന്ന ആളുകൾ ആ ഭാഗം ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ ടീം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ മൈനുകളിലേക്ക് കയറി അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളേക്ക് നോക്കുമ്പോൾ അവിടെയൊന്നും ആരുമില്ല. 30,000-ഓളം വർക്കേഴ്സ് ഇപ്പൊ ഇതാ പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുകയാണ്. അവരാരെങ്കിലും കൊന്നതാണെങ്കിൽ അതുമായി ബന്ധിപ്പിച്ച് എന്തെങ്കിലും തെളിവുകൾ അവിടെ ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് ബോഡിയെങ്കിലും കാണണ്ടേ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ബോഡിയുമില്ല, ആളുമില്ല. അവരാരും തന്നെ പുറത്തേക്ക് പോയിട്ടില്ലെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. അതാണ് അവരേക്ക് ഞെട്ടിക്കുന്നത്. പെട്ടെന്ന് അവിടെ എത്തിയ ആ ലീഡർ
എല്ലാവരോടും പറഞ്ഞു, ഇപ്പോൾ ഒരു വിഷയം കൂടിയുണ്ട്, നമുക്കും പുറത്തു പോകാൻ പറ്റില്ല. സകല ആളുകളെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ ലീഡർ അത് പറഞ്ഞത്. അയാള് സമീപത്തെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ അത് നിശ്ചലമാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ അതിവേഗം മുന്നോട്ട് പോയി എത്തിയത് മറ്റൊരു തുറസായ സ്ഥലത്താണ്. അവിടെ മാർക്ക് എത്തുമ്പോൾ മാർക്ക് കാണുന്നത് ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അതിവേഗതയിൽ ഫൈറ്റ് ചെയ്യുന്നത് ഒരു സുന്ദരിയാണ്. ആ സുന്ദരിയെ എതിരിടുന്ന സംഭവമാണ് മാർക്കിനെ ഞെട്ടിച്ചിരിക്കുന്നത്. അത് ശരിക്കും ഒരു പുഴുവാണ്, മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പുഴുവാണ്. ആ പുഴുവിന്റെ നീളം ഒരു തീവണ്ടി കമ്പാർട്ട്മെന്റിന്റെ അത്രയും വരും, അതേപോലെ വലിപ്പവുമുണ്ട്. ആ പുഴുവാണ് ആ സ്ത്രീയുമായി ഏറ്റുമുട്ടുന്നത്. ഒരുപാട് നേരത്തെ ഏറ്റുമുട്ടലിന് ശേഷം ആ പുഴുവിന്റെ ദേഹത്ത് ഒത്തിരിയേറെ ഷോർട്ട് സൈക്കിൾ നടത്തിയ ആ യുവതി ആ പുഴുവിനെ കൊല്ലുമെന്നായ നിമിഷത്തിൽ ആ പുഴു പെട്ടെന്ന് അവിടെ ആ മണലിനകത്തേക്ക് ലയിച്ചു കയറും. ആ പുഴു അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ കണ്ണുകൾ മാർക്കിൽ പതിഞ്ഞു. അവളെ കൗതുകപൂർവ്വം മാർക്കിനെ നോക്കി. മാർക്ക് ഇത്രയും നേരം ആ യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. മാർക്ക് ആ സ്ത്രീയുടെ അടുത്തേക്ക് എന്നതും ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എൻ്റെ സഹായമോ? നിങ്ങൾ എന്നെക്കാൾ ശരിക്കും ശക്തിയാണ്, ഞാൻ പിന്നെ നിങ്ങളെങ്ങനെയാ സഹായിക്കുക? ഏയ് ബ്രദർ, ഇവിടെ ഈ ശൈലിയിൽ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്നാണ്. അല്ല, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ സ്ത്രീ അവിടെ സ്വയം പരിചയപ്പെടുത്തി. ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, എൻ്റെ പേര് വിൻജ എന്നാണ്. നീ എന്നെ സഹായിച്ചാൽ തിരിച്ച് നിന്നെയും ഞാൻ സഹായിക്കാം. അല്ല, എനിക്ക് മനസ്സിലായില്ല, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. ഓക്കെ മാർക്ക് ഫെല്ലർ, നീ എന്നെ സഹായിക്കണം. അല്ല, ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? മാർക്ക്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഈ മൈനുകളിൽ പണിയെടുത്തിരുന്ന ആരെയും ഇപ്പൊ കാണാനില്ല എന്നുള്ള കാര്യം. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മാർക്ക്. അവരൊക്കെ ഇപ്പോ തടങ്കലിലാണ്. തടങ്കലിലോ? അതെ മാർക്ക്, അദൃശ്യമായ ഒരു തടങ്കൽ പാളയം ഇപ്പോ ഈ മൈനുകൾക്കകത്ത് ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ആ തടങ്കൽ പാളയത്തിലാണ് ആ എല്ലാ ആളുകളും ഉള്ളത്. വിഞ്ച, ആരായ തടങ്കൽ പാളം ഉണ്ടാക്കിയത്? മാർക്ക്, അത് ആരാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ അയാൾ അതിശക്തനാണ്. അയാൾ ഇനിയും നിന്നെ ഉൾപ്പെടെ എല്ലാവരെയും ആ തടങ്കൽ പാളയത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ പുറത്ത് അനുഭവപ്പെടുന്ന പ്രഷറിന്റെ കാര്യം അപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. മാർക്ക് ആ ഗുഹയിലേക്ക് കടന്ന നിമിഷം മുതൽ ഒരു പ്രഷർ മാർക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, ഒരു വലിവ്. മാർക്കിനെ ആ നിലവറയിലേക്ക്, ആ ജയിലിലേക്ക് വലിക്കുകയാണ് ആ ജയിലിൽ സൃഷ്ടിച്ച വ്യക്തി. അതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ വിൻച മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അങ്ങനെ ആ ജയിൽ നിർമ്മിച്ച ആള് വലിക്കാൻ ശ്രമിച്ച എല്ലാ ആളുകളും ഇപ്പോൾ ജയിലിനകത്ത് എത്തിയിട്ടുണ്ട്. ജയിലിന് വളരെ അടുത്തെത്തിയിട്ടും നിന്നെ വലിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നിനക്കെന്തോ പ്രത്യേകത ഉണ്ടെന്നാണ്. ആ പ്രത്യേകത എനിക്കിപ്പോൾ അറിയാം. നിന്റെ ഉള്ളിൽ 3 ഹാർട്ട് ഓഫ് സെയിം കിങ്ഡം ഉണ്ട്. അതാണ് നിന്റെ പ്രത്യേകത. മാർക്ക്, നിനക്ക് ഞാനൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. മാർക്ക്, ഈ ജയിലിനകത്തേക്ക് കടക്കാൻ നീ എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെ തിരിച്ച് സഹായിക്കും. അത് ഏത് ശൈലിയിലാണെന്ന് കൂടി ഞാൻ പറയാം. മാർക്ക്, ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിലെ സെയിൻറ്റ് മരണപ്പെട്ട കാര്യം നിനക്കറിയാം. ആ സെയിൻറ്റിന് പകരം ഒരു പുതിയ സെയിൻറ്റ് ഇവിടെ ഉണ്ടായേ പറ്റൂ. ആ പുതിയ സെയിൻറ്റ് ആകാൻ നിന്നെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായിക്കാം. അതുമാത്രമല്ല, നീ ഈ ജയിൽ തുറന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും നിന്നെ സംരക്ഷിക്കാനായി ഞാൻ ഉണ്ടാകുകയും ചെയ്യും. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.